കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല സ്കൂൾ ഓഫ് ടയർനെസ് ആ ബൈബിൾ ക്ലാസിന്റെ 143 സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. റോമ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 9 അധ്യായം നമുക്ക് ഇതിനോടകം ചിന്തിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് 10ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്നാൽ ആ ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 അറിയിപ്പുകൾ പെട്ടെന്ന് ഒന്ന് അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് 2026 ജനുവരി 6, 7, 8 തീയതികളിൽ നമ്മൾ ഒരു റൈറ്റ് ഡിവിഷൻ സെമിനാർ കോട്ടയത്ത് ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു നോട്ടീസാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതായത് ജനുവരി 6, 7, 8 തീയതികളിൽ കാസ മറിയ കോട്ടയം, അതായത് കാരിത്താസിലുള്ള കാസ മറിയ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ നമ്മളൊരു 3 ദിവസത്തെ പ്രോഗ്രാമായിട്ട് റൈറ്റ് ഡിവിഷൻ സെമിനാർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫെസിലിറ്റിയാണ്. അവിടെ നമ്മൾ പല മീറ്റിങ്ങുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ആ ഫെസിലിറ്റിയാണ് ഈ പിക്ചറിൽ കാണുന്നത്. കാസ മറിയ കാരിത്താസ് കോട്ടയം. വളരെ നല്ല ഫെസിലിറ്റി. നമുക്ക് 2-3 ദിവസത്തേക്ക് അവിടെ താമസിക്കുവാനും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാനും ഒക്കെ കഴിയുന്ന രീതിയിൽ നല്ല ഫെസിലിറ്റി അവിടെയുണ്ട്. എല്ലാ എയർ കണ്ടീഷൻ റൂമുകളും അല്ലാത്ത റൂമുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫെസിലിറ്റീസ് ആണ്. അതുകൊണ്ട് ഈ ഒരു 3 ദിവസത്തെ റൈറ്റ് ഡിവിഷൻ പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിന്റെ തീം ഓൺ വാട്ട് വി സ്റ്റാൻഡ്, നമ്മുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്. എന്താണ് ഗ്രേസ് ഗോസ്പൽ മിഡാക്സ് റൈറ്റ് ഡിവിഷന്റെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്നാണ് നമ്മൾ ഈ 3 ദിവസത്തെ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ആ സെമിനാറിലൂടെ പലരിൽ കൂടി കേൾക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. ആത്മാവിൽ ജനിക്കുക, ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്. ആത്മസ്നാനം പ്രാപിക്കുക, ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, വോക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. ഇതുപോലെയുള്ള എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളും അടിസ്ഥാന വിഷയങ്ങളുമായിരിക്കും നമ്മൾ ഇതിൽ കൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതായത് ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഈ കാര്യങ്ങൾ നമ്മൾ അടുക്കടുക്കായിട്ട് അതിന്റെ ക്രമത്തിൽ കാര്യങ്ങൾ പഠിച്ചു പോവുകയും അത് കാരണം അത് സംബന്ധമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും ദൂരീകരിക്കുന്ന രീതിയിൽ 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അവിടെ നമുക്ക് താമസിച്ച് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു 150 പേർക്കോളം താമസിക്കാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. സാധാരണ റൂമുകളും AC റൂമുകളും ഒക്കെ അവിടെ ഉണ്ട്. നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സൗകര്യമായിരിക്കും. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അത് അറിയിക്കുവാനായിട്ട് നമ്മൾ ഓർപ്പിക്കുകയാണ്. വന്നു പോകുന്നവരും എല്ലാവരും കൂടെ ചേർത്ത് ഒരു 250 പേർക്ക് മേലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്സാഹത്തോടെ ആണ്ടിന്റെ ആരംഭ ദിനങ്ങളിൽ തന്നെ ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു പുതുവർഷം നമ്മൾ ആരംഭിക്കുവാനായിട്ട് ജനുവരി 6, 7, 8 തീയതികളിൽ അത് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനായിട്ട് എല്ലാവരും വിശേഷാൽ ഉത്സാഹിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരു ബൈബിൾ ക്ലാസ് നമുക്ക് ആരംഭിക്കുവാനായിട്ട് മൂവാറ്റുപുഴയിൽ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനായിട്ട് നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു സഭാ കൂടിവരവ് എറണാകുളത്ത് ആരംഭിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഡിസംബർ അവസാനം ജനുവരി ആദ്യ ദിനങ്ങളിലായി അത് ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടുന്ന സ്ഥലവും സൗകര്യവും റിസോഴ്സസും ഒക്കെ അവൈലബിൾ ആയിട്ട് ലഭിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ വിശേഷാൽ ചോദിക്കുകയാണ്. മൂവാറ്റുപുഴയിൽ വെച്ച് ഒരു ബൈബിൾ ക്ലാസ്സും അതിനുശേഷം എറണാകുളത്ത് വെച്ച് ഒരു സഭാ കൂടിവരവും വരുവാനായിട്ട്. മൂവാറ്റുപുഴയിൽ നമ്മൾ സഭാ കൂടിവരവായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ചില മാസങ്ങൾ, ഒരു 5-6 മാസത്തോളം തിരുവചനം വ്യക്തമായി പഠിപ്പിച്ചതിന് ശേഷം ആ ഒരു ഗ്രൂപ്പുമായിട്ടാണ് സഭായോഗം നമുക്ക് കൂടേണ്ടുന്നത്. അപ്പൊ അതിനായിട്ട് ആ ബൈബിൾ ക്ലാസിന്റെ ആ ഒരു തിരുവചന പഠനത്തിന്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴയിൽ ആരംഭിക്കുന്ന ബൈബിൾ ക്ലാസ്സിനും സൗകര്യവും സ്ഥലവും ഒക്കെ ഒരുങ്ങിക്കിട്ടുവാൻ വിശേഷാൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് റോമാലേഖന പഠനത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 9ാമത്തെ അധ്യായം ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞു. 10ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 10ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ തീർക്കണം. അടുത്ത ആഴ്ച കൊണ്ട് അത് പൂർണ്ണമായിട്ട് പഠിച്ചു തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 9ാം അധ്യായം ദൈവം അവരെ തിരഞ്ഞെടുത്ത ജനമാണെന്ന്, അതായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദൻ എന്നുള്ളൊരു വിഷയമാണ് 9ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ 10ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവർ ദൈവത്തെയും ദൈവിക പദ്ധതികളെയും അറിയാതെ എങ്ങനെ ദൈവിക പദ്ധതിയെ നിരാകരിച്ചു,
അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വിളിയിൽ നിന്ന് അവരെങ്ങനെ വീണുപോയി എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അവർ റിജക്റ്റ് ആയിപ്പോയി. എലക്ഷൻ, റിജക്ഷൻ, റിസ്റ്റോറേഷൻ, ഇതാണ് ഈ 3 അധ്യായങ്ങളിൽ കൂടി നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ അവരെങ്ങനെ ദൈവിക പദ്ധതികളെയും ദൈവത്തെയും നിരാകരിക്കുവാനായിട്ട് ഇടയായി എന്നൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം വാഗ്ദത്ത പ്രകാരം തിരഞ്ഞെടുത്ത ജനമാണ് യഹൂദൻ. നിങ്ങൾ എൻ്റെ ജനമെന്നും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ആദ്യജാതനെന്നും ഒക്കെ അവരെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവ് പകൽ മേഘസ്തംഭമായിട്ട്, രാത്രി അഗ്നിസ്തംഭമായിട്ട് അവരോട് കൂടെ നടന്ന്, രാത്രി അഗ്നിസ്തംഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നടുത്തൂണ് മാതിരി ഒരു സ്തംഭം, അഗ്നിസ്തംഭം അവരുടെ നടുവിൽ ഇറങ്ങി നിൽക്കുക, ദൈവിക തേജസ്. അങ്ങനെ ദൈവം അവരെ കൂടെ കൊണ്ട് നടക്കുക. സൈന്യങ്ങളുടെ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതൊന്നും അവരാരുമല്ല. അവർക്ക് അങ്ങനെ രാജാക്കന്മാരോ നേതാക്കന്മാരോ ഒന്നുമില്ല. മോശ അവരെ നയിക്കുന്നു എന്നുള്ളതല്ലാതെ യുദ്ധം ചെയ്യുന്നത് മുഴുവൻ ദൈവമാണ്. അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. എങ്ങനെ അവർ ജീവിക്കണം, അവർക്ക് എങ്ങനെ ദൈവിക പദ്ധതിയിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രമാണവും കൽപ്പനയും ഒക്കെ കൊടുത്ത് കൊണ്ടുവന്ന ജനം, അതായത് ദൈവം വാർത്തെടുത്ത ഒരു ജനമെന്ന് വേണമെങ്കിൽ പറയാം. അവർ വീണുപോയി. അവരുടെ വാഗ്ദത്തത്തിൽ എത്തിയില്ല. അവരുടെ വാഗ്ദത്തത്തിലേക്ക് കടക്കാറാകുന്നതിന് തൊട്ട് മുൻപായിട്ട്, അതായത് എന്താ പറയുന്നത്, പഠിക്കൽ വരെ എത്തിയതിനു ശേഷം അവർക്ക് അടുത്ത ആ ഒരു സ്റ്റെപ്പിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ പിതാക്കന്മാർ മുതലേ കാത്തിരുന്ന ആ സ്വർഗരാജ്യം അത് നിങ്ങളുടെ കൈക്കലായിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയാനാണ് യോഹന്നാൻ സ്നാപകനെ അയച്ചത്. അതിനുവേണ്ടി യോഹന്നാൻ സ്നാപകൻ അവരെ സ്നാനപ്പെടുത്തി, വെള്ളത്തിൽ അവർ വിശ്വസിക്കുന്നവരെ ജലത്തിൽ സ്നാനം കഴിപ്പിച്ച് മാനസാന്തരം സ്നാനം കൊടുത്ത് അവരെ അതിനായിട്ട് ഒരുക്കുക. അതിന് തൊട്ടു പുറകെ കർത്താവ് വരിക. ആ പ്രസംഗം തന്നെ, അതേ മെസ്സേജ് തന്നെയാണ് കർത്താവ് അവരോട് പറയുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളൊരു സുവിശേഷം പറയുക. അതായത് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തിരുന്ന ഒരു സമയമുണ്ട്, ഒരു സമയക്രമമുണ്ട്. ഇതൊന്നും ചുമ്മാതെ എങ്ങനെയോ അങ്ങ് നടന്നതല്ല, അതിലും വളരെ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണ്. ഞാൻ സാധാരണ പറയാറുള്ളത്, അവരോട് ദൈവം കാണിച്ചു കൊടുത്തിരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ഞാൻ ആ ടൈം ഒന്ന് കാണിക്കാം. അതായത് ജസ്റ്റ് ഞാൻ ആ ടൈം പീരീഡ് നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാനത് കാണിക്കാം. 70 ആഴ്ചവട്ടത്തെ ഒരു ടൈം പീരീഡാ. അതിൽ കൂടുതൽ അവർക്ക് പ്രോഗ്രാം ഇല്ല. അതായത് അവര് ഇപ്പോഴായിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് അവരെ പിടിച്ചോണ്ട് പോയിരിക്കുക, ഹൗസ് ഓഫ് യഹൂദ, ജൂദ. അപ്പോ അവിടെ വെച്ച് ദാനിയേലിനെ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ച് കാണിച്ചു കൊടുക്കുക. അതിന്റെ അപ്പുറത്ത് അവർക്ക് വേറൊരു പ്രോഗ്രാം ഇല്ല. അവരുടെ പദ്ധതി അവിടെ കൊണ്ട് തീരുക. അവരിപ്പം പ്രവാസത്തിലായിരിക്കുക. എവിടെ? ബാബിലോണിൽ പ്രവാസത്തിലായിരിക്കുക. ആ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവരെ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ച ഒരു ടൈം പീരീഡ് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഭാവി എന്താണ്, നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് കാണിച്ചു കൊടുക്കുക. അന്ന് മുതൽ അവിടുന്ന് ആ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം മുതൽ 70 ആഴ്ചവട്ടം, 749, അതായത് 490 വർഷം ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അതിലെ 483 വർഷം, ആ 69 ആഴ്ചവട്ടത്തിൽ കൂടി എന്ത് നടക്കും, അത് കഴിയുമ്പോൾ എന്ത് നടക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കുമെന്ന് അത്രയും ആ 70 ആഴ്ചവട്ടം അല്ലെന്നുണ്ടെങ്കിൽ 490 വർഷത്തിൽ എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുക. ഈ ദാനിയേലിനെ കാണിച്ചു കൊടുത്തിരിക്കുക. നിങ്ങൾക്കറിയാം, ഈ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് അതിനു മുമ്പ് നടന്നിരുന്ന വാഴ്ചകളായത്. ബാബിലോൺ എംപയർ, ഈ നടക്കുന്നത് ബാബിലോൺ, ഈ ഗോൾഡ് മാതിരി കാണുന്ന ഇങ്ങനെ ഒരു സ്തംഭം, ഒരു ബിംബത്തെ രാജാവ് കാണുകയും അതിന്റെ ആ കാലഘട്ടം എങ്ങനെയാണ് അത് വേർതിരിച്ചിരിക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുക. ബാബിലോൺ രാജാവ്, അതാണ് തല. അതിനുശേഷം മെദോ പേർഷ്യൻ രാജാക്കന്മാര്, അതാണ് കോരശും ദാരിയാവേശും ഒക്കെ ആയിട്ട് മെദോ പേർഷ്യൻ രാജാക്കന്മാര്. അതിനുശേഷം ഗ്രീക്ക്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് ഭരിക്കുന്നു. അതിനുശേഷം റോമാ സാമ്രാജ്യം അവരെ ഭരിക്കും. റോമാ സാമ്രാജ്യത്തിന് അവസാനം എൻഡ് ടൈംസ്, അതാണ് അവസാനത്തെ ആ 7 വർഷം, അത് വരാൻ പോകുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ദൈവം അവരെ കാണിച്ചു കൊടുത്തിരുന്നു. അതാണ് ഈ സമയം എന്ന് പറയുന്നത്. ഈ 490 വർഷം, അതായത് ഈ താഴത്തെ ലൈൻ കണ്ടില്ലേ, 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 490 വർഷത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അതിലെ 483 വർഷം ഇവിടെ കൊണ്ട് തീർന്നു. ഈ ക്രോസ് കാണുന്ന സമയം, അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തരിക, അഭിഷിക്തൻ ഛേദിക്കപ്പെടുക, ഇവിടെ കൊണ്ട് തീർന്നു. ഇനി ബാക്കിയുള്ളത് ഈ ഒരു ചെറിയ പീരീഡ്, അതായത് ഒരാഴ്ച, 7 വർഷം. ഈ 7 വർഷത്തെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അന്ത്യകാലം, ആ 7 വർഷത്തിൽ എന്ത് നടക്കും എന്നുള്ളതിന്റെ ക്ലാരിറ്റി, അതിന്റെ ഡീറ്റെയിൽസ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണിത്. ആ 7 വർഷം,
ആ 7 വർഷത്തിന്റെ തുടക്കത്തിൽ എന്ത് സംഭവിക്കും? 3.5 വർഷം എന്ത് സംഭവിക്കും? അതിന്റെ നടുക്ക് വെച്ച് കവണന്റ് ബ്രേക്ക് ആവുന്നു. അതിനുശേഷമുള്ള അടുത്ത 3.5 വർഷം എന്ത് സംഭവിക്കും? അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാതി രാജാവായിട്ട് വരുന്നു. ഇതെല്ലാം വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. ആ അവസാനത്തിൽ കർത്താവ് കൈതൊടാതൊരു കല്ല് പറഞ്ഞു വരും. ഈ ബിംബത്തെ അവിടെ നിർത്തിയിരിക്കുന്നത്, ബിംബം പല രാജാക്കന്മാർ, പല ചക്രവർത്തിമാരും ആണ് ഒരു രാജവാഴ്ചയായി കാണിക്കുന്നത്. അതിനെ കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് അതിന്റെ കാൽക്കൽ അടിക്കും. കളിമണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അതിന്റെ പാദം, ആ കാലുകള് അവിടെ വന്നിട്ട് അടിക്കും. അതായത് ഇപ്പോഴത്തെ സമയമാണ് ജനാധിപത്യ ഭരണം, കോയലേഷൻ ഗവൺമെന്റുകൾ. ഇവിടെ വന്ന് ആ കല്ല് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ 2ാം വരവിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ ബിംബവും ഈ ഭരണവും എല്ലാം ഇവിടെ തരിപ്പണമായി പോകും, തകിടം മറിഞ്ഞു പോകും, ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ മുഴുവനും നശിച്ചു പോകും. ആ കല്ല് വലിയൊരു മഹാപർവ്വതമായിട്ട് തീരും. അതാണ് കർത്താവിന്റെ 2ാം വരവും 1000 ആണ്ട് വാഴ്ചയും കാണിക്കുന്നത്. ഈ പ്രോഗ്രാം വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്ത് വേറൊരു പദ്ധതി അവർക്കില്ല. അവിടെ ഒരു മനുഷ്യനും ഇതിന്റെ അപ്പുറത്ത് ഒരു പദ്ധതിയെ കുറിച്ച് അറിയത്തുമില്ല. ദൈവ മനുഷ്യനാണ് ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ ദൈവദൂതനായ ഗബ്രിയേലിനെ അയച്ച് ദൈവം അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുത്തിരിക്കുക. ആ കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 490 വർഷത്തിലെ 483 വർഷം കഴിഞ്ഞു, കർത്താവ് ക്രൂശിതനായി. അതിനുശേഷം നടക്കേണ്ടിയിരുന്നത് ഈ ട്രിബുലേഷൻ പീരീഡ്, അതായത് അവസാനത്തെ ആ 7 ആഴ്ചയാണ്. ഈ പിക്ചർ എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആകുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ പിക്ചർ കാണിക്കുന്നത്. അത് കൺഫ്യൂസ് ആകുന്നില്ല എന്ന് വിചാരിക്കുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയുമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് ശേഷം അവർക്കുണ്ടായിരുന്നത് ഒരാഴ്ചവട്ടമാണ്, അതായത് 7 വർഷമാണ്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് കഴിയുമ്പോൾ കർത്താവ് രാജാതി രാജാവായി ഉലകത്തിലേക്ക് വരും. അതെന്തിനാ? 1000 ആണ്ട് അവരോടൊപ്പം ഈ രാജ്യം വാഴേണ്ടതിന്. അതിനെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അത് ദൈവം അവരോടൊപ്പം വാഴും. അതിലേക്ക് ആര് കടക്കും? അത് യഹൂദിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. ആ അവസാനത്തെ ആ 1 വർഷം, ആ 7 വർഷം, ആ ഒരാഴ്ച വട്ടക്കാലം അവിടെ അനേകർ ആ രക്ഷയിലേക്ക് കടന്നു വരണം. അവരിൽ കൂടി അനേക ജാതികൾ രക്ഷിക്കപ്പെടും. അവരൊക്കെ ആ പദ്ധതിയിലേക്ക് വരും. അവർ സ്വർഗരാജ്യത്തിലേക്ക് കടക്കും. ഇതായിരുന്നു അവരുടെ പദ്ധതി. നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ അത് കടക്കുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് ദൈവം ആ പദ്ധതി വിട്ടുകളഞ്ഞിരിക്കുക. 70 ആഴ്ചവട്ടത്തിലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു, അവരെ വിട്ട് കടന്നുപോയി. ഇനി അടുത്ത ഒരാഴ്ച, അതാണ് ഈ കപ്പിനും ലിപ്സിനും ഇടയിൽ വെച്ച് കാര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അവർക്ക് കുടിക്കാൻ പറ്റാതെ കൊണ്ട് അത് മാറിപ്പോയി. അതായത് ആ അനുഗ്രഹം അവർക്ക് ലഭിക്കാതെ പോയിരിക്കുക. ദൈവജനമാണ്, അവരെ ഇത്രയും കൊണ്ടുവന്ന് അവർക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ആ ഒരു സമയത്ത് ആ അനുഗ്രഹം അവർക്ക് ലഭിക്കാതെ പോയിരിക്കുക. അതാണ് അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും. അപ്പൊ നമ്മൾ എവിടെ ആയിരുന്നു ഉള്ളത്? നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ദൈവവചനപ്രകാരം അതുവരെ അവരെ അറിയിച്ചിരുന്ന പ്രാവചനിക വചനപ്രകാരം നടന്നിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ലോകത്തിലേ കാണത്തില്ലായിരുന്നു. ഈ കാലഘട്ടം ഒന്നും ഇല്ല. ഈ കൃപായുഗം എന്ന് പറയുന്നൊരു കാലഘട്ടമേ കാണത്തില്ല. എന്നാൽ അത് നടക്കാതെ പോയതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു കർത്താവിന്റെ കാലത്തിന് ശേഷം ഈ ചർച്ച് ഏജ് ഇവിടെ കാണത്തില്ല. അത് നേരെ ട്രിബുലേഷൻ പീരീഡിലേക്കാണ് വരേണ്ടത്. ഇതാണ് അവസാനത്തെ ആഴ്ച. ഈ ട്രിബുലേഷൻ കഴിഞ്ഞിട്ട് നേരെ അവർ കിങ്ഡം ഏജ്, അതായത് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും. അവർക്ക് ദൈവം പ്രോമിസ് ചെയ്തിരുന്നു, നിങ്ങൾ കടക്കാൻ പോകുന്നു, അത് നിങ്ങളുടെ കൈക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ കിങ്ഡം ഏജ് ആണ്. അതിലേക്ക് അവർ കടന്നേനെ. അതിന്റെ അവസാനം ആ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ടാകും. അതിനുശേഷം പുത്തനാം യെരൂശലേം, അവരുടെ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ഭവനം, ആ പുതുവാനഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവർ നിത്യം അതിൽ വസിക്കും. അതാണ് അവിടുത്തെ പദ്ധതി. ഈ ചർച്ച് ഏജ് അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയായി ഇവിടെ ഇല്ല. അത് ഇതിനു മുമ്പ് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു. അത് മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. അതാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇത് 2000 വർഷമായി ഇത് നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ ജനം തിരിച്ചറിയാതെ അന്ത്യകാലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ത്യകാലം എന്ന് പറയുന്ന ഒരു 2000 വർഷത്തിന്റെ ടൈം പീരീഡിനെ അല്ല അന്ത്യകാലം എന്ന് പറയുന്നത്. അതിനെ ഈ 7 വർഷം അവസാനം ഈ 490 അവരെ കാണിച്ചിരുന്നതിൽ 483 കഴിഞ്ഞുപോയി. ബാക്കിയുള്ള ആ 7 വർഷത്തിനാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. ആ അന്ത്യകാലം ആക്ച്വലി ഇതുവരെ ആരംഭിച്ചിട്ടില്ല, അത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ അന്ത്യകാലത്തിനും കർത്താവിന്റെ ക്രൂശിനും ഇടയിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു ടൈം പീരീഡിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇതിനെയാണ് കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ ട്രിബുലേഷൻ പീരീഡിലെ പ്രശ്നങ്ങളും ഇതിനു മുമ്പുണ്ടായിരുന്ന സംഗതികളൊക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് തെറ്റിപ്പോവും. അവിടാണ് ഇന്ന് ക്രിസ്ത്യാനിയെ തെറ്റിച്ചിരിക്കുന്നത്. നമ്മുടെ വിളി എന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മുടെ പദ്ധതി എന്താണെന്നും ഈ റാപ്ചർ എന്താണെന്നും നമുക്ക് അറിയത്തേ ഇല്ല. കാര്യം ഇതിനെ നൈസായിട്ട് ഒതുക്കി ഇതും കൂടെ ചേർന്ന് ഈ ട്രിബുലേഷനും അതിന് മുമ്പുണ്ടായിരുന്ന ന്യായപ്രമാണ യുഗം എല്ലാം കൂടെ ചേർന്ന് ഇതിനെ കംപ്ലീറ്റ് മറച്ചിരിക്കുക.
ഈ സംഗതിയാണ് നമ്മൾ എടുത്തു കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. യഹൂദനോട് പറഞ്ഞിരുന്ന അവരുടെ ആ ടൈം പീരീഡും അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ദൈവിക പദ്ധതികളും ഒക്കെയാണ്. ആ 70 ആഴ്ചവട്ടം അവർ ആ വാഗ്ദത്തത്തിലേക്ക് കടക്കാറായതാ, ജസ്റ്റ് അബൌട്ട് ടു എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. അത്രയ്ക്ക് ആ അനുഗ്രഹീത പദ്ധതിയുടെ വാതുക്കൽ, അതിന്റെ ഗേറ്റിംഗിൽ എത്തിയവരാണ് അവർ. എന്നാൽ അവിടെ വെച്ച് അവർ കൈവിടപ്പെട്ടു പോവുക. റോമാലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നത്, റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ സാൽവേഷൻ കെയിം അൺ ടു ജെന്റൈൽസ്. നമുക്ക് അങ്ങനെ രക്ഷ വന്നു എന്നാണ് നമ്മൾ റോമാലേഖനത്തിൽ കൂടി പറയുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. റോമാലേഖനം 11-ാം അധ്യായം, റോമാലേഖനം 11-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അവിടെ പറയുന്നത് കണ്ടില്ലയോ? അവിടെ പറയുകയാണ്, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതെന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അവരുടെ വീഴ്ച, ഈ ലംഘനം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അതിനെ ലൈറ്റ് ആക്കി കളയരുത്. അവർ വീണുപോയത് കാരണം നമുക്ക് ആ രക്ഷ വന്നിരിക്കുക. അവരോട് പറഞ്ഞിരുന്ന ഒരു പദ്ധതിയും അവർക്ക് ദൈവം ഒരുക്കിയിരുന്ന ദൈവിക പദ്ധതിയാണ്. ഇതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ബട്ട് റാദർ ത്രൂ ദെയർ ഫോൾ സാൽവേഷൻ ഈസ് കം അൺ ടു ജെന്റൈൽസ്. ഇങ്ങനെയാണ് നമുക്ക് ഈ രക്ഷ വരുന്നത്. നമ്മൾ വഴിത്തലയ്ക്കൽ നിന്നിരുന്നവരാ. ഈ പഴയ നിയമത്തിലെ പ്രമാണങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിരുന്നതല്ല. നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള വകുപ്പുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെങ്ങനെ? അത് നമ്മൾ യഹൂദ മതാനുസാരിയായിട്ട് മാറണം, യഹൂദ മതം സ്വീകരിക്കണം. അതിന് നമ്മൾ പരിച്ഛേദനയും 10 കൽപ്പനയും അതിന് പല ചടങ്ങുകളുണ്ട്. അതൊക്കെ ചെയ്ത് നമ്മൾ യഹൂദ മതാനുസാരിയായിട്ട് മാറി യഹൂദിയ വിശ്വാസത്തിലേക്ക് വരണം. അങ്ങനെ നമുക്ക് ഇതിലേക്ക് കടക്കാനായിട്ട് പറ്റും. അങ്ങനെ കടന്നിട്ടുള്ള പലരും ഉണ്ട്. അങ്ങനെയുള്ള പലരെ നമ്മൾ ബൈബിളില് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിലും നമുക്ക് ചിലരെ അതിൽ കൂടെ ഒക്കെ കാണുവാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇവരുടെ വീണുപോയി എന്ന് ഞാൻ പറയുന്നില്ല. ഇവരുടെ ആ വീഴ്ച എങ്ങനെ വീണുപോയി എന്ന് കാണിച്ചിരിക്കുന്ന അധ്യായമാണ് 10-ാമത്തെ അധ്യായം. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അധ്യായം 9 മുതൽ 11 വരെയുള്ള അധ്യായം യഹൂദനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്, യഹൂദനോട് എഴുതിയിരിക്കുന്നതല്ല. യഹൂദനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ 9, 10, 11 അധ്യായങ്ങൾ. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു, അതുകൊണ്ട് യഹൂദന്മാരോട് എഴുതി എന്നല്ല അതിൻ്റെ അർത്ഥം. എഴുതിയിരിക്കുന്നത് റോമിലെ സഭയ്ക്കാണ്. എഴുതിയിരിക്കുന്നത് ജാതികൾ പ്രിഡോമിനന്റ്ലി ജാതികളാണ് റോമാ സഭയിലെ മെമ്പേഴ്സ്. കൂടുതലായിട്ടും ഉള്ളത് ജാതികളാണ്. ചില യഹൂദന്മാര് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആദ്യകാലത്ത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, പിന്നീട് അവര് അവിടുന്ന് ഓടിപ്പോകുവാനായിട്ടിടയായി, അങ്ങനെ അവരില്ലാതായി. അതുകൊണ്ട് അവിടെ ഉള്ളതെല്ലാം ജാതികളാണ് മെയിൻലി അവിടെ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് എഴുതിയിരിക്കുന്നത് അബൌട്ട് ജ്യൂ ആണ്, നോട്ട് ടു ദ ജ്യൂസ്. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അവിടെ യഹൂദന്മാർ അവരുടെ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെന്നുണ്ടെങ്കിൽ ആ എഴുതിയിരിക്കുന്നത് യഹൂദനോടല്ല, ആ സഭയോട് എഴുതിയിരിക്കുന്നതാണ്. അതായത് റോമാലേഖനത്തിന്റെ 1-ാം അധ്യായം, ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത ഒന്നൊന്ന് ഉണർത്തി. കാര്യം നിങ്ങൾ ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, ആ വിഷയത്തിലൊരു കോമ്പിറ്റൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമല്ലോ. ഞാൻ ഈ വചനം ഒന്ന് കാണിക്കാം, പെട്ടെന്ന് ഒന്ന് കാണിക്കാനായിട്ട്. എന്നാൽ സഹോദരന്മാരെ, റോമാലേഖനം 1:13 പറഞ്ഞിരിക്കുക, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. മനസ്സിലായോ? ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. ശേഷം ജാതികളിലാണ് പോളിന്റെ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. കൊരിന്തിലും എഫെസോസിലും അക്കായ പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം, മക്കതോനിയ പ്രദേശങ്ങളിലെല്ലാം ജാതികളുടെ ഇടയിലാണ് കൂടുതലും തന്റെ സഭകൾ, തന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പറയുക, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. അതായത് അവിടെയും ജാതികളാണ്, അതുകൊണ്ടാണ് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് എന്ന് പറയാൻ കാരണം. അവിടുത്തെ മെമ്പേഴ്സിൽ ഭൂരിഭാഗവും ജാതികളായിരുന്നു. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ കണ്ടില്ലയോ എന്താ പറയുന്നതെന്ന്? അവിടെ ഞാൻ ഈ വചനം പ്രൊജക്ട് ചെയ്യാം. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗഡിയോസ് കൈസർ കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവരായി പൊന്തോസുകാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ചെല്ലുന്ന ഒരു രംഗമായി പറയുന്നത്. ഇവരുടെ കൂടെ താമസിക്കുന്നത്. ഇവര് രണ്ടുപേരും റോമിൽ നിന്ന് ഓടിപ്പോരുന്നവരാണ്. ഇവര് ആക്ച്വലി ടർക്കിക്കാരാണ്. ടർക്കിയിലെ പൊന്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അവിടുത്തെ ഒറിജിനാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവർ റോമിൽ സെറ്റിൽ ആയിരിക്കുന്ന ഒരു ദമ്പതികൾ. അവരുടെ പേരാണ് അക്വിലാസും പ്രിസ്കില്ലയും. ഇവർ രണ്ടുപേരും
റോമിൽ നിന്ന് ഓടിപ്പോരുന്ന കൂട്ടത്തിലുള്ളതാ. എന്തിനാ ഓടിപ്പോരാൻ കാര്യം? അന്ന് റോം ഭരിച്ചിരുന്നത് ക്ലൗഡിയസ് കൈസറാണ്. ക്ലൗഡിയസ് ഒരു ഉത്തരവ്, ഒരു ഡിക്രി പുറപ്പെടുവിച്ചിരിക്കുക, റോമിൽ യഹൂദന്മാരുണ്ടായിരിക്കാൻ പാടില്ല, ഇവിടെ ഈ റോമ നഗരം വിട്ടു പോകണം. റോമ നഗരം എന്ന് പറയുമ്പോഴത്തേന് ആ സിറ്റി മാത്രമല്ല, റോമിനെ ചുറ്റിപ്പറ്റിയുള്ള ദേശം മുഴുവനും അവർ വിട്ടു പോകണമെന്നൊരു ഡിക്രി, രാജാവിന്റെ, ചക്രവർത്തിയുടെ ഡിക്രി. അങ്ങനെ അവർ ഓടിപ്പോയിരിക്കുക. ഇവർക്കൊക്കെ ബിസിനസ്സും പല കാര്യങ്ങളും ഉണ്ടായിരുന്നവരാണ്, എല്ലാം വിട്ടേച്ച് ഓടിപ്പോരുന്നിരിക്കുന്നവരാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ടു പോകണം എന്ന് ക്ലൗഡിയസ് കൈസർ കൽപ്പിച്ചു. മനസ്സിലായോ? ഈ കാരണത്താൽ റോമിലുണ്ടായിരുന്ന സഭകളിലൊന്നും യഹൂദന്മാരുടെ ഒരു മജോറിറ്റി ഇല്ലായിരുന്നു. ഒരു ചിലർ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം കഴിഞ്ഞ് 20-ാം അധ്യായത്തിലാണ് റോമാലേഖനം എഴുതുന്നത്. ആ എഴുതുന്ന സാഹചര്യത്തിലൊക്കെ അവിടെ യഹൂദന്മാർ വളരെ മൈനോറിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരോട് എഴുതിയിരിക്കുന്നതല്ല, പക്ഷെന്നുണ്ടെങ്കിൽ ആ സഭയ്ക്ക് എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു തുടങ്ങാം, ആ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാം. റോമിലെ സഭയിൽ കൂടുതലുമുള്ളത് ജാതികളാണ്. ഒന്നാമത്തെ വാക്യം വായിച്ചു തുടങ്ങാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. രണ്ടാമത്തെ വാക്യം, അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. 3, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 4, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. നമുക്ക് ഇത്രയും ചിന്തിച്ചിട്ട് തിരിച്ചു വരാം. ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങിയാണ്, ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഇവിടെ ഈ സഹോദരന്മാരെ എന്ന് പറയുന്നത് ആരെയാണെന്ന് അറിയാമോ? റോമിലെ ചർച്ചിനെ, യഹൂദനെയല്ല, റോമിലെ ചർച്ചിനെയാണ് സഹോദരന്മാരെ എന്ന് പറയുന്നത്. അവർ രക്ഷിക്കപ്പെടണം. ആര് രക്ഷിക്കപ്പെടണം? സഭയിലുള്ള ആൾക്കാരോ? റോമാ സഭയിലുള്ള ആൾക്കാരെ കുറിച്ചാണോ പറയുന്നത്? അല്ല, യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. യഹൂദനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ കോട്ട് ചെയ്ത് ഈ അധ്യായങ്ങളിൽ പഠിപ്പിക്കുക. കാര്യം 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദൻ എന്ത് സംഭവിച്ചു? അവർക്കായിരുന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞിരുന്നത്. അതെങ്ങനെ നമുക്കായി ഇപ്പോൾ? എങ്ങനെയാണ് ആ പദ്ധതികളെല്ലാം മാറി ഈ പദ്ധതിയിലേക്ക് കാര്യങ്ങൾ മാറിയതെന്ന് ജനത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ വാക്യത്തിൽ പറയാം, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എന്റെ യാചനയുമാകുന്നു. പോളിന്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള പ്രാർത്ഥന, യാചനയുമാകുന്നു എന്ന് പറയുന്നത് അവരിൽ നിന്ന് ഒരു ചിലരെങ്കിലും ഈ സത്യം മനസ്സിലാക്കി ഈ രക്ഷയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമാണ്. അവർക്ക് ദൈവം ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പദ്ധതി ദൈവം കൈവിട്ടിരിക്കുക. അത് ഇസ്രായേൽ ആസ് എ ഹോൾ രക്ഷിക്കപ്പെടുന്ന പദ്ധതിയാണ്. ഒരു നാഷനായിട്ട്, ഒരു രാഷ്ട്രമായിട്ട് അവർ മുഴുവനും രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നതോ ഇടയ്ക്കും മുട്ടനും ആരെങ്കിലും രക്ഷിക്കപ്പെടുന്ന കാര്യവുമല്ല. അവര് ഇസ്രായേൽ ആസ് എ ഹോൾ രക്ഷിക്കപ്പെടുന്ന പദ്ധതിയാണ് അവരുടെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ആ പദ്ധതിയുടെ കാര്യമല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവരിൽ ഒരു ചിലരെങ്കിലും ഈ സത്യം മനസ്സിലാക്കി ഞാൻ രക്ഷപ്പെട്ടതുപോലെ അവർക്ക് ഈ രക്ഷ ലഭിച്ചിരുന്നെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തലമുറ മുഴുവൻ പട്ടുപോകാൻ പോവുകയാണ്. ഇതിനുശേഷം കർത്താവ് ഏത് കാലത്ത് വന്ന് അവരുടെ കാര്യം ക്രമീകരിക്കുമോ അന്ന് വരെയുള്ള എല്ലാവരും പട്ടുപോകാൻ പോവുക. അതുകൊണ്ട് പോൾ പറയുക, ഇത് കർത്താവെ എന്റെ ഹൃദയവാഞ്ചയാണ്, ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. അവരിൽ ഹൃദയവാഞ്ച അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തിയിട്ട് വേണം എനിക്ക് അതിന്റെ ബേസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം എന്നൊരു പദ്ധതിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടല്ല പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇവരിൽ ചിലർ വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെടണം. ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ടല്ല, എന്നാൽ അതായിരുന്നു അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പദ്ധതി. ദൈവത്തിന്റെ അബ്രഹാമിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച ഒരു സന്തതി പരമ്പരയായിട്ട് അവരെ ഒരു രാഷ്ട്രമായിട്ട് ദൈവം വിളിച്ചു വേർതിരിക്കുന്ന പദ്ധതിയാണ്. അവരോട് അറിയിച്ചിട്ടുള്ള സുവിശേഷവും അവരുടെ വാഗ്ദത്തവും ഒക്കെ അതിൻ പ്രകാരമാണ്. നമുക്ക് ഞാൻ എല്ലാ വാക്യം എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ. ആ പെന്തക്കോസ്ത് നാളിലെ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗമൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 36 മുതൽ 38 വരെ മാത്രം ഒന്ന് കാണിക്കാം. 36 മുതൽ 38 വരെ ഇത് കണ്ടില്ലയോ? അവിടെ പറയാം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച, ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ കാര്യമോ 2 പേരുടെ കാര്യമോ അല്ല. ഇസ്രായേൽ ആസ് എ ഹോൾ, ഒരു രാഷ്ട്രത്തോടാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗ്രഹം
ഒക്കെ നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. മനസ്സിലായോ? ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഗ്രൂപ്പിനെയാണ്, അതായത് അവരുടെ ആ രാഷ്ട്രത്തെയായി പറയുന്നത്. അടുത്ത വാക്യം കണ്ടില്ല, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് വ്യക്തിപരമല്ല, രാഷ്ട്രപരമായിട്ടുള്ള അവരുടെ രക്ഷയാണ്. അതിന് അവരോട് രാഷ്ട്രത്തോടായിട്ട് പറയുക, പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം, ആദ്യം നിങ്ങൾ മടങ്ങി വരണം, ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. കാര്യം നിങ്ങൾ കർത്താവിനെ തിരിച്ചറിയാതെ കൊന്ന് ക്രൂശിൽ തറച്ചിരിക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽപ്പിന്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഇവരുടെ പദ്ധതി. 3-ാമത്തെ അധ്യായത്തിലെ 12 വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. 21-ാമത്തെ 18-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം ഇത് കണ്ടില്ലയോ? 3-ാമത്തെ അധ്യായം. അവിടെ പറയാം, സഹോദരന്മാരെ, ഇതും സഹോദരന്മാരാണ്. കാര്യം ചർച്ചിന്റെ മുന്നിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗം യെരുശലേം ദേവാലയത്തിലെ സോളമൻ സ്പോർട്ടിക്കോ, ശലോമോന്റെ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുക. നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ പിതാക്കന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അയച്ചിട്ടുള്ള പ്രവാചകന്മാരെ മുഴുവനും കൊന്നുകളഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാര്. നിങ്ങളിപ്പം നമ്മുടെ മശീഹായെയും കൊന്നുകളഞ്ഞിരിക്കുന്നു. അത് നടക്കേണ്ടതായിരുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്ന സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചിട്ട് ഇങ്ങനെ നിവർത്തിച്ചു ആട്ടെ, അത് നടന്നു പോയി. പക്ഷെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയുക. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കർത്താവിനെ മുൻ നിയമിച്ചിരിക്കുന്ന രാജാതി രാജാവായിട്ട് അവൻ നിങ്ങളെ വാഴും. നീതിയോടെ ഒരു രാജാവ് അതിനെ നിത്യം വാഴും. ആ കർത്താവ് വരാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നമുക്ക് ആശ്വാസകാലങ്ങൾ വരാൻ പോവുക, എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. കർത്താവിനെ രാജാതി രാജാവായിട്ട് അയക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടാനൊക്കെ അവരോട് പറയുക. ഇത് താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന ആ ഒരു രക്ഷാ പദ്ധതിയാണ്. ഒരു വാക്യം കൂടെ ഒന്ന് കാണിക്കണം. 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. 22-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം കണ്ടില്ല? അപ്പോസ്തല പ്രവർത്തികൾ തന്നെയാണ്. അവിടെ പറയുകയാണ്, നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോക, ഇവിടെ നിന്നിട്ട് കഥയില്ല, ഇനി ഇവർ നിന്നെ കേൾക്കത്തില്ലെന്ന് പൗലോസിനോട് പറയുക. പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുക, നീ ബന്ധപ്പെട്ട് യെരുശലേം വിട്ടു പോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. കണ്ടോ? അവരുടെ പദ്ധതി ദൈവം വിട്ടുകളയുക. അതിനുശേഷം അവിടുന്ന് പൊക്കോളാൻ പറയുക. അതിന് ഞാൻ കർത്താവെ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തുവെന്നും നിന്റെ സാക്ഷിയായ സ്തേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു അരികെ നിന്നുവെന്നും അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നുവെന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഇവരുടെ പദ്ധതി ഇവിടെ നിന്ന് കൈമാറ്റപ്പെടുക. അതിനുശേഷം ഇസ്രായേൽ ആസ് എ ഹോൾ ഇവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക പദ്ധതി അവിടെ ഇല്ല. ഇവിടെ കർത്താവ് ഇവരോട് പ്രസംഗിച്ചതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാൽവേഷൻ അല്ല. ഇസ്രായേൽ ആസ് എ ഹോൾ അവരെ വിട്ടുകളയാനും കാര്യം അവർ മുഴുവനും രക്ഷിക്കപ്പെടാഞ്ഞതുകൊണ്ട് 12 പേര് ഓൾറെഡി ഉണ്ട്. പിന്നെ 120 പേർ അന്ന് കൂടിയിരുന്നവരുണ്ട്. 3000 പേര് സഭയോട് ചേർന്നവരുണ്ട്. പിറ്റേ ദിവസം 5000 പേര് ഈ പ്രസംഗത്തിൽ ചേർന്നവരുണ്ട്. അങ്ങനെ കുറച്ചു പേരുണ്ടെങ്കിലും ഇസ്രായേൽ ആസ് എ ഹോൾ, ആസ് എ നേഷൻ ഇത് അംഗീകരിച്ചിട്ടില്ല. മജോറിറ്റി ഇത് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് ദൈവം അവരെ കൈവിടാനായിട്ടുള്ള കാര്യം തന്നെ. അപ്പോ ഇവിടെ പോൾ ഇവരോട് പറയുന്ന പദ്ധതി, ഇവരുടെ ആ കൈവിടപ്പെട്ടു പോയ പദ്ധതി തിരിച്ചു കൊണ്ടുവരുമെന്നല്ല, ഇവരിൽ ചിലരെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹവും എൻ്റെ ഹൃദയവാഞ്ചയുമാകുന്നു. ഞാൻ മനസ്സിലാക്കിയതുപോലെ ഇവരും ഈ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവരോടുള്ള പദ്ധതി, നമ്മൾ ഇതിനെക്കുറിച്ച് വറി ആവേണ്ട, ദൈവം അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും ഈ പ്രോമിസുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവരോടുള്ള ആ പദ്ധതി നിവർത്തിക്കും. അവരില് ഒരു നല്ല ശതമാനം പട്ടുപോകും. 3-ൽ 2 പേര് ശതമാനം, അതായത് 100 പേരെ എടുത്താൽ 66 പേര് പട്ടുപോകും. 33 പേരെ രക്ഷിക്കപ്പെടത്തുള്ളൂ. 3-ൽ 1 രക്ഷിക്കപ്പെടും. ആ അത്തി തളിർക്കും. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതി. കണ്ടില്ല? അത്തി എന്ന് പറയുന്നതാണ്. അത്തി എന്ന് പറയുന്നത് ഒരു മരമാണ്. ഒരു മരം എന്ന് പറയുന്നത് ഒരു യഹൂദനല്ല, യഹൂദൻ ദ ഹോൾ ജൂനെയാണ് കാണിക്കുന്നത്. ആ അത്തി തളിർക്കും. അവരുടെ പാപ പരിഹാരം ദൈവം അവരോട് ചെയ്യും. അത് എന്ന് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ മടങ്ങി വരവിൽ നടക്കും. ഇവരുടെ പാപത്തിന് എന്നേക്കുമുള്ള ഒരു പരിഹാരം നടക്കുന്ന ദിനം കർത്താവിന്റെ മടങ്ങി വരവില്ല.
ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു സെഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. യഹൂദന്മാരുടെ ആ രക്ഷ, അവരുടെ ആ പാപ പരിഹാരം നടക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവില്ല. ഇവരുടെ ഇപ്പോഴൊക്കെ ഉള്ളതല്ല, അവരുടെ ഇടയ്ക്ക് നടക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പാപമോചനമാണ്. പാപം മോചിക്കും, പാപം മറച്ചു കിട്ടും. പക്ഷെ അതിന് എന്നേക്കുമായിട്ട് അവർക്ക് ആ ഒരു പാപത്തിൽ നിന്നുള്ളൊരു വിടുതൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നത് കർത്താവിന്റെ വരവില്ല. അതാണ് ഈ 11-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിന്റെ 26-ാം വാക്യം കണ്ടല്ലേ, അവിടെ പറയുന്നത് ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. കണ്ടോ, ഇത് കർത്താവിന്റെ 2-ാമത്തെ വരവിനെയായി പറയുന്നത്, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെയായി പറയുന്നത്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ വരുമ്പോഴാണ് ഇവരുടെ പാപങ്ങൾ എന്നേക്കുമായിട്ട് മാഞ്ഞു കിട്ടുന്നത്. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ എന്ന്, ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മനസ്സിലായോ? അവരുടെ പാപം നീങ്ങി കിട്ടുന്നത് ആ സമയത്താണ്. മത്തായി 24 എന്ത് നടക്കുമെന്നൊക്കെ അവരെ കർത്താവിനോട് ചോദിക്കുന്ന രംഗമുണ്ട്. ആ സമയത്ത് എങ്ങനെ കാര്യങ്ങളായിരിക്കും, എന്ത് നടക്കുമെന്നൊക്കെ ചോദിക്കുന്ന രംഗമുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. 30-ാമത്തെ വാക്യത്തിൽ കണ്ടില്ലയോ, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷതയാ, തേജസ്സിൽ കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന പ്രത്യക്ഷതയാ. അന്ന് അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇവരുടെ വിശ്വസ്തന്മാരെ, വിശുദ്ധന്മാരെ ഒക്കെ ആ സമയത്തെ കൂട്ടിച്ചേർക്കുകയും രക്ഷിക്കപ്പെട്ടവരെ ദൈവം ഒന്നിച്ച് കൂട്ടിച്ചേർക്കുകയും അവരോടുള്ള അവരുടെ ആ പാപ പരിഹാരം അവിടെ നടക്കുകയും ചെയ്യും. ഇതിനെയാണ് ഇവരുടെ ഇടയിൽ യോം കിപ്പോർ എന്ന് പറയുന്ന മഹാ പാപ പരിഹാര പെരുന്നാൾ, അവരുടെ ഇടയിൽ അതിനെ ഈ കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന യോം കിപ്പോർ എന്ന. ഈ 2023 ഒക്ടോബർ 7-ാം തീയതി അവിടെ ഈ പ്രശ്നം നടന്ന ആ ദിവസം അവർ യോം കിപ്പോറിന്റെ ആഘോഷവേളയിലായിരുന്നു. അതായിരുന്നു അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്, മഹാപാപ പരിഹാര ദിനം. ആ ദിനം അതായത് അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവർക്കൊരു അവസാനത്തെ 3 പെരുന്നാളുകൾ കൊടുത്തിട്ടുണ്ട്. കാഹള പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. അതിലെ ആ മഹാപാപ പരിഹാരം നടക്കുന്ന പെരുന്നാള്, അത് അവർക്കറിയാം അങ്ങനെ ഒരു ദിനമുണ്ട്, അവരുടെ എല്ലാം പാപം ദൈവം മോചിക്കുന്ന ഒരു ദിനമുണ്ടെന്ന്. ആ ദിനം നടക്കുന്നത് കർത്താവിന്റെ വരവില. അത് യഹൂദൻ ആസ് എ ഹോൾ, ഇസ്രായേൽ ആസ് എ ഹോൾ അവരുടെ പാപം ദൈവം മറച്ചു കൊടുക്കുന്നതിനെ കുറിച്ചും പാപം മോചിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഈ 10-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്നും തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ യാചനയുമാകുന്നു എന്ന് പറയുന്നത് ഈ പദ്ധതി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു ചിലർ അതിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ്. പോൾ രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ അതിൽ കൂടെ ഒരു ചിലർ, ബർന്നബാസൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന പോലെ അതിലേക്ക് ചിലർ രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയമായിട്ട് ആ രക്ഷയിൽ നിന്ന് അവർ കൈവിടപ്പെട്ടു പോയിരിക്കുക. ഇത് എന്തുകൊണ്ടാണ് ഇവർ കൈവിടപ്പെട്ടു പോയത് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സംശയം തോന്നാം. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് കൊണ്ടാണോ അവർ കൈവിടപ്പെട്ടു പോയത്? ഇവിടെ വളരെ ക്ലിയറാ കാര്യങ്ങൾ. അതായത് കർത്താവിനെ ക്രൂശിച്ചത് കൊണ്ടല്ല ദൈവം അവരെ കൈവിടുന്നത്. ഇവിടെ കർത്താവിനെ ക്രൂശിച്ചത് കൊണ്ടാണ് ദൈവം അവരെ കൈവിട്ടതെന്നാണ് ക്രിസ്ത്യാനി മുഴുവനും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇന്ന് ആ രീതിയിലാണ് കാര്യങ്ങളെ അവർ കാണുന്നത്. എന്നാൽ പെന്തക്കോസ്റ്റ് നാളിൽ പുതിയൊരു സഭ ആരംഭിച്ചു, ജാതികൾക്ക് വേണ്ടി ഒരു പദ്ധതി ഇവിടെ തുറന്നു എന്നൊക്കെ അവർക്ക് വരുത്തി തീർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ കർത്താവിനെ കാൽവറിയിൽ ക്രൂശിച്ചത് കൊണ്ടല്ല ദൈവം അവരെ കൈവിടുന്നത്. കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷവും, ക്രൂശിച്ചപ്പോൾ കൂടെ കർത്താവ് അവരോട് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. ദൈവം പരിപൂർണമായിട്ട് അവരോട് ക്ഷമിക്കുക. സകല ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ ഓമന കുമാരനെ കർത്താവ് കാൽവറിയിൽ കൈവിടുക. അവിടെ പാപ പരിഹാരത്തിനായിട്ട് ആ ദൈവ കോപാഗ്നിയിൽ വെന്തുരുക. ആ ഒരു ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ ദൈവം അവരോട് വീണ്ടും ആ ഓപ്ഷൻ ഓപ്പൺ ആക്കി കൊടുക്കുക. യഹൂദനോട് സുവിശേഷം അറിയിക്കുക. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരോട് എങ്ങനെ അവരെ രക്ഷിക്കണമെന്ന് പറയുക. ഉലകമെമ്പാടും പോയി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കാൻ പറയുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ അവരെ ഉപദേശിക്കാൻ പറയുക. ദൈവമൊന്നും അവരെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവിടെ
അവിടെ കൈവിടാൻ പറ്റത്തില്ല ദൈവത്തിന്. കാര്യം അബ്രഹാമിനോടുള്ള വാഗ്ദത്വമാണ്. അവർ ചെയ്തത് തെറ്റാണ്. കർത്താവിനെ അറിയാതെ അവർ ക്രൂശിൽ തറച്ചിരിക്കുക, അവരറിയാതെ ചെയ്തിരിക്കുക. അതുകൊണ്ട് ദൈവം ഉടനെ അവരെ വെട്ടിക്കളഞ്ഞിട്ടില്ല. ഇവിടെ ദൈവം അവരെ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇന്ന് നടക്കുന്ന ക്രിസ്ത്യാനിറ്റിക്ക് നിലനിൽപ്പുള്ളൂ. കാര്യം ഇതിന്റെ ബേസ് മുഴുവൻ തെറ്റിക്കിടക്കുക. ഈ ബേസ് ഒക്കെ ഇതിലാണ് ഇവർ ഉറപ്പിച്ചിരിക്കുന്നത്. അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടലം ഇവരുടെ സംഗതികൾ മുഴുവനും പോകും. അപ്പൊ അതുകൊണ്ട് നമുക്കെതിരായിട്ട് എന്നും പോരാടിക്കൊണ്ടേയിരിക്കും. ഈ സത്യത്തിനെതിരായിട്ട് ഇവർ എത്ര നാൾ പോരാടുമെന്ന് എനിക്കറിയത്തില്ല. വളരെ ക്ലിയർ ആണ് ഈ കാര്യങ്ങൾ. ഇവർ മനസ്സിലാക്കി രക്ഷിക്കപ്പെടേണ്ട സമയമാണ്. ക്രിസ്ത്യാനി ആസ് എ ഹോൾ, ഞാൻ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സത്യം ഇവര് ശരിക്കും ദൈവം കൈവിടുന്നത് പരിശുദ്ധാത്മാവിനെതിരെ അവർ ദൂഷണം പറയുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പ്രവർത്തിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ ആരംഭിച്ച സഭയ്ക്കെതിരെ അവര് വളരെ പീഡനങ്ങളും വളരെ പ്രശ്നങ്ങളും അഴിച്ചുവിട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിന്റെ പാരമ്യത്തിലെത്തുന്നത് ആ പരിശുദ്ധാത്മ പൂർണ്ണനായി നിന്ന് ആ മഹാപുരോഹിതനോടും അവരുടെ പൗരോഹിത്യ വൃന്ദത്തോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ കുറവുകളെ എടുത്തു കാട്ടിക്കൊണ്ടിരിക്കുന്ന സ്തേഫാനോസിനെ പീലാത്തോസിന്റെ അടുക്കൽ പോലും കൊണ്ടുപോകാതെ, റോമൻ അധികാരികളുടെ ഒരു അധികാര പത്രം പോലും വാങ്ങിക്കാതെ സന്നിധിൻ സംഘം അവിടെ വെച്ച് എറിഞ്ഞു കൊല്ലുക, അതിനുള്ള അധികാരം ആക്ച്വലി അവർക്കുള്ളതല്ല. അത്ര അന്യായം അവിടെ പ്രവർത്തിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പ്രവർത്തിച്ചിരിക്കുക. അവിടെ വെച്ചാണ് ദൈവം അവരുടെ പദ്ധതി ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. യഹൂദനെ അവിടെ വെച്ചാണ് കൈവിടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നാട്ടിൽ പോയപ്പോഴും ഒരു പെന്തക്കോസ്റ്റൽ ലീഡറുമായിട്ട് അല്പസമയം സംസാരിക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുവാനായിട്ട്, അവരുടെ എല്ലാം വിശ്വാസം കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിട്ടു വന്നു. ദൈവം അവരെ കൈവിട്ടിട്ടില്ല. അതിനുശേഷം കർത്താവിൽ കൂടി അവരോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുക. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2 കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിനെ 50-ാമത്തെ ദിവസം കറക്റ്റ് അവരുടെ മധ്യത്തിൽ അയച്ചിരിക്കുക. അവരുടെ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തമാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ സന്തതിമേലും എൻ്റെ അനുഗ്രഹത്തെ എൻ്റെ സന്താനത്തിന്മേലും പകരുമെന്നുള്ളത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഏതായി അന്ത്യകാലം? ആ ദാനിയേലിനെ കാണിച്ചു കൊടുത്ത 7 വർഷം അവസാനം അത് ആരംഭിക്കുക. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമാകിയാൽ ആ അന്ത്യകാലം അവിടെ ദൈവം പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കുക. അല്ലാതെ വിട്ടുകളഞ്ഞ ജനമല്ല അവർ. ഇവിടെ അവര് വിട്ടുകളയാൻ കാര്യം അവർ പരിശുദ്ധാത്മാവിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെ വിട്ടുകളയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവം ഇവരെ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എവിടെ പറഞ്ഞിരിക്കുന്നു വിട്ടുകളഞ്ഞു എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ വാക്യത്തിന്റെ പിൻബലത്തോടു കൂടി ഞാൻ ഇത് നിങ്ങളെ കാണിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ കണ്ടില്ലയോ, ഇവിടെ പറയുന്നത് ഇസ്രായേൽസ് നാഷണൽ സാൽവേഷൻ, എങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെടുന്നതെന്നുള്ള. ഇത് റോമാലേഖനം 11-ാം അധ്യായം ഇതിന്റെ 7-ാം വാക്യം കണ്ടില്ല. അവിടെ പറയുകയാണ്, ദ മജോറിറ്റി ഓഫ് ദ നേഷൻ ഹാഡ് ബീൻ ബ്ലൈൻഡഡ്. അവര് കുരുടായിപ്പോയി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ. 11-7 ഞാൻ ഓരോ വാക്യങ്ങളും വായിച്ച് കേൾപ്പിക്കാം. 11-8 പറയുന്നുണ്ട്, ഗോഡ് ഗേവ് ദം ദ സ്പിരിറ്റ് ഓഫ് സ്ലംബർ. ഉറക്കത്തിന്റെ, അവർ ഉറക്കത്തിലായിരിക്കും, അവര് മയക്കത്തിലായിരിക്കും, അവർക്ക് ഈ സത്യം എന്താണെന്ന് അറിയാതെ. 11-ഉം 12-ഉം പറയുന്നുണ്ടല്ലോ, ദാറ്റ് ദേ ഹാഡ് ഫോളൻ, അവർ വീണുപോയി, അവരെ വെട്ടിക്കളഞ്ഞിരിക്കുക, അവർ വീണുപോയി. 11-15 പറയുന്നുണ്ടല്ലോ, ഹാഡ് ബീൻ കാസ്റ്റ് അവേ, ദൈവം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ. 11-19-20 നോക്കി, അവിടെ പറയുന്നുണ്ടോ, ഹാഡ് ബീൻ ബ്രോക്കൺ ഓഫ്, അവരെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു, ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരാ ഒറിജിനൽ അത്തിമരത്തിൽ നിന്ന്, ഒലിവ് മരത്തിൽ നിന്ന് അവരെ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് അവർ ആ ഒലിവ് മരവുമായിട്ടുള്ള ബന്ധത്തിൽ ഇല്ല. എന്തുകൊണ്ടാണ് ഒലിവ് മരം എന്നൊക്കെ ഉള്ളത് 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കും. ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇന്ന് 11-ാം അധ്യായം 21-ാമത്തെ വാക്യം, വെർ നോട്ട് സ്പെയർഡ്, അവരെ ദൈവം ബാക്കി ശേഷിപ്പിച്ചില്ല, അതുപോലെ ദൈവം വിട്ടുകളഞ്ഞു. 11-32 ഹാഡ് ബീൻ കൺക്ലൂഡഡ് ഇൻ അൺബിലീഫ്, അവരെ അവിശ്വാസത്തിൽ അടച്ചു കളഞ്ഞു. 11-26 പറയുന്നത്, നേഷൻ വിൽ നോട്ട് ബി സേവ്ഡ് അൻടിൽ ദേർ ഷാൽ കം ഔട്ട് ഓഫ് സിയോൺ ദ ഡെലിവറർ. ആ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നത് വരെ അവർക്കൊരു രക്ഷാ പദ്ധതിയുമില്ല. അത് 2-ാം വരവിൽ നടക്കും. അതിനു മുൻപായിട്ട് ദൈവം അവരെ ക്രമീകരിക്കും. ഇതാണ് അവരുടെ അവർ വീണുപോയി എന്ന് പറയുന്നതിന്റെ കാര്യം. അവരൊരു രാഷ്ട്രമായിട്ട് വീണു പോവുകയും അവരുടെ കൈക്കലെത്തി, അവർ പടിക്കലെത്തി, ഗേറ്റിങ്കിൽ നിൽക്കുന്നു, അവിടുന്ന് അടുത്ത ആ സ്വർഗരാജ്യം എന്ന പദ്ധതിയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിന്നവരാ. കർത്താവ് പറഞ്ഞ്, ഈ ജനം ഒഴിഞ്ഞു പോകത്തില്ല, നിങ്ങളുടെ തലമുറയിൽ തന്നെ ഞാൻ മടങ്ങി വരും.
നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിനു മുമ്പേ ഞാൻ മടങ്ങി വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയേക്കുക. ആ കർത്താവ് 2000 വർഷമായിട്ടും വന്നിട്ടില്ല. ഇവിടെ ക്രിസ്റ്റൽ ക്ലിയറാ. പകൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ക്ലിയർ ആണ്. അവരെ കൈവിട്ട് കളഞ്ഞു. ദൈവം കൃപായുഗം എന്ന് പറയുന്ന ദൈവിക പദ്ധതി ആരംഭിച്ചു. അതാണ് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി. ഞാനും നിങ്ങളുമായിരിക്കുന്ന ആ പദ്ധതിയില്ല. ആ പദ്ധതി എന്താണെന്ന് ഇതിന് മുൻപുള്ളവർക്കോ ഇതിന്റെ പിൻപുള്ളവർക്കോ അറിയത്തില്ല. അത് അറിയിക്കാനായിട്ട് ദൈവം വിളിച്ച അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. താൻ എഴുതിയ 13 ലേഖനത്തിലല്ലാതെ വേറെ ഒരുത്തർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അത് അവരെന്തെങ്കിലും കുറഞ്ഞ ആൾക്കാരായിട്ടോ അവർക്ക് എന്തെങ്കിലും കൃപയില്ലാത്തവരായിട്ടോ ഒന്നുമല്ല. അവരുടെ വിളിയല്ല ഇത് സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന മിഖായേലിനോ ഗബ്രിയേലിനോ അറിയാത്ത ഒരു പദ്ധതിയാണ്. അത് പത്രോസിന് അറിയാമായിരുന്നു, യാക്കോബിന് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി പോകും. ഇത് സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു പദ്ധതി. ആ കൃപായുഗം ആരംഭിച്ചിരിക്കുക. ഇവിടെ അവർ വീണുപോയിരിക്കുന്നതുകൊണ്ടാണ് റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ സാൽവേഷൻ കെയിം അൺടു ജെന്റൈൽസ്. അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഇത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിച്ചത്. എന്നാൽ എൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 1-ാമത്തെ വാക്യം അതിൽ പറയുന്നത്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ യാചനയുമാകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ അടിസ്ഥാനം മറിഞ്ഞു പോകല്ല. അത് ക്ലിയർ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അല്പം സമയം കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായി പറയുന്നതെന്നൊക്കെ. അടുത്ത വാക്യം, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഫോർ ഐ ബിയർ ദം റെക്കോർഡ് ദാറ്റ് ദേ ഹാവ് എ സീൽ ഓഫ് ഗാഡ് ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു നോളജ്. അതായത് 2-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവര് വളരെ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ, ജലസ് ബട്ട് നോട്ട് സേവ്ഡ്. എരിവുള്ളവരാണ്, പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്തൊരു പാത്തറ്റിക് സിറ്റുവേഷൻ ആണെന്ന് നോക്കി. അവരുടെ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു എരിവെന്നറിയാമോ? പക്ഷെന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം അറിയാതെ പോയിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരുത്തിന് ഭയങ്കര എരിവാണ്, ദൈവകാര്യത്തിൽ ഭയങ്കര എരിവാ, പക്ഷെ രക്ഷിക്കപ്പെടുന്ന മാർഗം എന്താണെന്ന് അറിയത്തില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. കർത്താവ് നാളെ വന്നു കഴിഞ്ഞാൽ അവൻ കൈവിടപ്പെട്ടു പോകും. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അവസ്ഥയിലാണ് ഈ കാര്യത്തെക്കുറിച്ച് അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയാണ്. ആരെയാ തോപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എത്ര കോടിക്കണക്കിന് ജനങ്ങളെയാണ് ഈ വിഷയത്തിൽ കൂടി പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനം തിരിഞ്ഞു നോക്കണമെന്ന കാലം അതിക്രമിച്ചിരിക്കുക. ശരിയായ മാർഗത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു വന്ന് പറഞ്ഞ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് പറഞ്ഞ ആ മാർഗമാണോ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്? അതോ വേറെന്തെങ്കിലും ഇവിടെ നടന്നോ? വേറെ ആരെയെങ്കിലും ദൈവം പിന്നീട് അയച്ചോ? വേറെ എന്തെങ്കിലും റെവലേഷൻ ഇവിടെ കൊടുത്തോ? ഇതൊന്നും നോക്കാനേ സമയമല്ല. എല്ലാം കൂടി ചേർത്ത് കൂട്ടി കുഴച്ചിളക്കി ഒരു പരുവത്തിന് ഇങ്ങനെ ഒരു സംഗതി പഠിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ജലസ്, ഇവര് ഭയങ്കര എരിവുള്ളവർ. പക്ഷെ എന്നുണ്ടെങ്കിൽ ആക്ച്വലി നോക്കി അവരുടെ സാഹചര്യം എന്താന്നുള്ളത്. ഇതേ സെയിം കണ്ടീഷൻ, ഇതുപോലത്തെ ഒരു പാത്തറ്റിക് സിറ്റുവേഷനിലാണ് ക്രിസ്ത്യാനി ആകാൻ പോകുന്നത്. കർത്താവിന്റെ കാഹളം ഒരു ദിവസം ധ്വനിക്കും. അത് എന്ന് ധ്വനിക്കുമെന്ന് അറിയത്തില്ല. ഒരു മനുഷ്യനോട് മതിയായിരിക്കും ആ സംഖ്യ ചേരുവാനായിട്ട്. അത് ചേർന്ന് കഴിയുമ്പോൾ കാഹളം ധ്വനിക്കും. ഇതിനൊന്നും യാതൊരു ബ്ലോക്കറും ഉള്ളതല്ല. അതുപോലെ തന്നെ സംഭവിക്കുന്ന കാര്യം ദൈവം അറിയിച്ചിരിക്കുക. അന്ന് സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇവിടെ നിന്നു പോകും. ഇവിടെ നിന്നു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99.9% മാർഗമില്ല. അവർ പട്ടടങ്ങി നിത്യ നരകാഗ്നിയിലേക്ക് പോകും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നത് നല്ലതാണ്. സത്യം മനസ്സിലാക്കാനായിട്ട് അത് പ്രയോജനപ്പെടുമെന്നുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഇവിടെ എരിവുള്ളവരാണ്, പക്ഷെ ഇവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ സാഹചര്യം ഒന്ന് നോക്കിക്കേ. ദൈവം ഇവരെ കൈവിട്ടിരിക്കുക. എരിവുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം അവരെ ഓടിച്ചു വിടുക. AD 70 ആയി കഴിഞ്ഞപ്പോഴത്തേന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഉലകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അവര് ചിതറിപ്പോയി. പോയിടത്തൊന്നും അവർക്ക് യാതൊരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അവിടുന്ന് പിന്നീട് അവർ മടങ്ങി വന്നു. അത് ദൈവത്തിന്റെ റിസ്റ്റോറേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ ആരും ഇല്ലായിരുന്നു. ഇവരാരും ഇല്ല. ഇവർക്ക് ആർക്കും ഒന്നും അവിടെ പറയാനില്ല. കംപ്ലീറ്റ് തീ വെച്ച് ചുട്ട് നശിപ്പിച്ച് ഉലകം മുഴുവൻ ഇവരെ ഓടിച്ചിരിക്കുക. കാക്ക എറിഞ്ഞ കല്ല് പോലെ ഉലകം മുഴുവനും ചിതറിപ്പോയിരിക്കുക.
ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച് ഇതാ നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മടങ്ങി വരുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയ ജനമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ആരെയും തോൽപ്പിക്കേണ്ട കാര്യമില്ല. സത്യം എന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് രക്ഷിക്കപ്പെടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രസ്ഥാനമൊക്കെ വളർത്തി ഇവിടെ ഇങ്ങനെ ഭയങ്കര ഇവിടുത്തെ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് നിൽക്കുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് 80 വർഷത്തേക്കേ ഉള്ളൂ. ഞാനീ പറയുന്നത് കോടാനുകോടി യുഗങ്ങൾ എന്ത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ഈ പഠനത്തിൽ കൂടെ ഒക്കെ യഹൂദന് എന്ത് സംഭവിച്ചു എന്നൊരു കഥ മനസ്സിലാക്കി പോവുകയല്ല. ഈ കാര്യങ്ങൾ നമുക്ക് ആ ഒരു അറിവും അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കണമെന്നുള്ളതാണ് നമ്മുടെ വിഷയം. 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇതാണ് പ്രശ്നം. ഞങ്ങൾക്ക് നിയമമുണ്ട്, ഞങ്ങൾക്ക് ലോ ഉണ്ട്, ഞങ്ങൾക്ക് ചട്ടങ്ങളുണ്ട്, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ കൂടെ രക്ഷപ്പെട്ടോളാം, ഞങ്ങൾക്ക് ആരുടെ സഹായം ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയാണ്. അവര് സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് അവര് കീഴ്പ്പെട്ടില്ല. ന്യായപ്രമാണമുണ്ട്, അതിൽ കൂടെ അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് രക്ഷപ്പെടും എന്നുള്ള ഒരു ഇതുകൊണ്ട് അവരതിനെ ബന്ധപ്പെട്ട് അതിനെ നിവർത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർ ഉപ്പിലും മുളകിലും ചിറ്റുള്ളിയിലും ജീരകത്തിലും ഒക്കെ പതാരം കൊടുത്ത്, മനസ്സിലായോ, ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അതിന്റെ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്ത് അതെല്ലാം ടിക്കറ്റ്, ഇതിൽ ഞാൻ ഓക്കെയാണ്, ഇത് ക്ലിയർ ആണ്, മറ്റേത് ഞാൻ ശുദ്ധനാണ്, എല്ലാം ക്ലിയർ ആക്കി അങ്ങനെ ദൈവത്തിന്റെ അവരുടെ നീതിയിൽ കൂടി രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി അവർ സ്ഥാപിക്കുക. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത്. 9-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതിന്റെ 31-32 വാക്യത്തിൽ ഞാൻ ഒന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുകയാണ്, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലും ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന പദ്ധതിയായത്. ഇത് നിങ്ങൾ എത്താഞ്ഞത് നിങ്ങളുടെ കുഴപ്പമാണ്, യഹൂദന്റെ കുഴപ്പമാണ്. നമ്മളോട് പറയുന്ന കാര്യമല്ല, യഹൂദന്റെ കാര്യമാണ്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലും ആ പ്രമാണത്തിൽ എത്തിയില്ല. അതാരുടെ കുഴപ്പമാ? അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഈ കാര്യം ആ തൊണ്ടയിലെ വെള്ളം പറ്റി വീണ്ടും ഞാൻ നമ്മുടെ ഇടയിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം, ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ യഹൂദൻ കൈവിടപ്പെട്ടു പോയത് നമ്മുടെ കണ്ണിൽ ദൃഷ്ടാന്തമായിട്ട് നിൽക്കുക. ഇന്നും അവൻ സ്റ്റെബിലൈസ് ആയിട്ടില്ല, തിരിച്ചു വന്നിട്ട് കൂടെ. വർഷം 2000 അവനെ ദൈവം കൈവിട്ട് കളഞ്ഞു. അത് ഈ ലോകത്തിലായിരുന്നുകൊണ്ട് ടെമ്പററി പദ്ധതിയാണ്. പക്ഷെ നമ്മളെയൊക്കെ കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയാ. പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ വേറൊരു വിഷയം പിന്നെ ഇല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഇതിനെ ഒന്ന് നോക്കാനും ചിന്തിക്കാനും. കൈവിടപ്പെട്ടാൽ തീർന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ. നമ്മളും ഇത് തന്നെയാ ചെയ്ത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വന്തം നീതി ഉണ്ട്. ആ നീതിയാണോ കറക്റ്റ്? ബൈബിൾ പഠിപ്പിക്കുന്നത് അതാണോ? ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് ആദ്യം മനസ്സിലാക്കണം. കർത്താവ് ഇവിടെ ഒന്ന് പ്രസംഗിച്ച സ്വർഗരാജ്യത്തിന്റെ കാലത്തിലല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് കർത്താവ് സ്വർഗത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം, സ്വർഗത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലനെ വിളിച്ചതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് തനിക്ക് കാണിച്ചു കൊടുത്ത സ്വർഗീയ ആലോചനയായത്. ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, മറഞ്ഞിരുന്ന മർമ്മങ്ങളുടെ വെളിപ്പാടാണ്. അതിൻ പ്രകാരം ഉണ്ടായ ഒരു ജനമാണ് നമ്മള്. അതിൻ പ്രകാരം ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവിടുത്തെ വിഷയം എന്താണ് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട്, സിമ്പിൾ ആയിട്ട് കൈവിടപ്പെട്ടു പോകും. ഒരു നല്ല ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനുള്ളതേ ഉള്ളൂ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ? മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിൽക്കുന്നത് കർത്താവിന്റെ മുമ്പിലാണ്. ആരെ തോൽപ്പിക്കാനാണ് ഈ സത്യം അറിയാതെ നമ്മുടെ ഇഷ്ടത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഈ മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെടാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത്ര ക്ലിയർ ആയിട്ട് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന വിഷയമാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ, ഇന്ന് ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയാനേ താല്പര്യമില്ല. പള്ളി പോവുക, കുമ്പിടുക, കുർബാന കൈക്കൊള്ളുക, കുരിശ് വരയ്ക്കുക, അവിടെ കൊടുക്കാനുള്ളത് കൊടുക്കുക, വണ്ടി വിടുക അവിടുന്ന്. പിന്നെ ആരെങ്കിലും സത്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഉപദ്രവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കമന്റുകൾ ഇടുക. ഇതൊക്കെ അല്ലാതെ സത്യം മനസ്സിലാക്കാൻ ജനത്തിന് താല്പര്യമില്ല. ഈ സെയിം കാര്യമാണ് ഞാൻ ഈ പ്രൊജക്ട് ചെയ്യുന്ന ഈ വാക്യമാണ്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. നമ്മൾ ഈ പറയുന്ന ദൈവനീതി എന്ന് പറയുന്നത്, അത് ദൈവം പൗലോസ് അപ്പോസ്തലൻ നേരിട്ട് വന്ന് കാണിച്ചു കൊടുത്തിരിക്കുക. അത് ആരുടെയൊന്നും പഠിച്ചതല്ല, ആരും പഠിപ്പിച്ചതല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ 13 സുവിശേഷ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
അത് മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഒരുത്തരും എന്നെ പഠിപ്പിച്ചതല്ല അത്. ഞാൻ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനല്ല അത്രേ പ്രാപിച്ചത്. മനസ്സിലായോ? ഫോർ ഐ നീദർ റിസീവ്ഡ് ഇറ്റ് ഓഫ് മാൻ, നീദർ ഐ ടോട്ട് ഇറ്റ്, ബട്ട് ബൈ ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന ഈ സത്യമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. ഈ റോമാലേഖനം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷണൽ ഡോക്ട്രിനാണ്. അതിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ കാര്യം നമ്മൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 4-ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഇവിടെ പറയാണ്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ലോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരാണ്. അതിനകത്തില് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പോയത്, ബാക്കിയല്ല ഇപ്പോഴും ഉണ്ട്, നമുക്ക് അതൊക്കെ ഫോളോ ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. കാരണം രക്ഷകനായ മശിഹ വരണം. അവനിലൂടെ അല്ലാതെ ഈ ന്യായപ്രമാണം പാലിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ആയാസകരമാണ്. അറ്റ്ലാന്റിക് നീന്തി കടക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു മനുഷ്യന് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. അതുപോലുള്ള ഒരു ഹിലാരിയസ് ടാസ്ക് ആയി ന്യായപ്രമാണം ഫോളോ ചെയ്ത് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അവർക്കൊരു മശിഹ വരാതെ അതിൽ കൂടെ രക്ഷയില്ല. ആ മശിഹ വരണമെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ന്യായപ്രമാണത്തിൽ കൂടി ഉണ്ടാകേണ്ടുന്നത്. അത് ഉണ്ടായിട്ടില്ല. അവർ ആ ന്യായപ്രമാണത്തിലെ പ്രവർത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടാനുള്ള പദ്ധതിയിലാണ് അവരായിരിക്കുന്നത്. അവർ മശിഹായ്ക്കായിട്ട് കാത്തിരിക്കണം, അവനെ കൈക്കൊള്ളണം. അവൻ വന്നു കഴിയുമ്പോൾ അവനെ കൈക്കൊള്ളണം, അവന് വേണ്ടി കാത്തിരിക്കണം, അവന്റെ വചനം അവരനുസരിക്കണം. അതായിരുന്നു പ്രമാണം കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ അവർ ആ പ്രമാണത്തിന്റെ പ്രവർത്തികൾ കൂടെ മാത്രം രക്ഷ നേടുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ 9:31 പറയുന്നത്, അവർ വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചു. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്കാണ്. അതിൽ കൂടി അവര് ഒരു മശിഹ, ഒരു രക്ഷകൻ അവർക്ക് ആവശ്യമാണ്. അവനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അത് അവരിൽ കൂടി അത് അവർക്ക് മനസ്സിലായില്ല. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. കാരണം കർത്താവിനെ അയക്കുക എന്നതാണ് ന്യായപ്രമാണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം. അതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം നോക്കിക്കേ. ഇവിടെ പറയാ, വിശ്വാസം വരും മുമ്പ് നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. ഇത് നമുക്ക് ഇന്നുള്ള കാര്യത്തിന്റെ അല്ല. നമ്മള് ഈ വിശ്വാസം, അതായത് മശിഹ വന്നു, മശിഹയാണ് നമ്മുടെ മശിഹ, യേശുവാണ് ക്രിസ്തു എന്നുള്ള ആ വിശ്വാസം വരും മുമ്പ് വെളിപ്പെടുവാനിരുന്ന ആ വിശ്വാസത്തിനായിക്കൊണ്ട് നമ്മളെ ന്യായപ്രമാണത്തിന്റെ കീഴെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ റോൾ എന്ന് പറയുന്നത്. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായിട്ട് ഭവിച്ചു. ഇതായിരുന്നു ന്യായപ്രമാണത്തിന്റെ റോൾ. വിശ്വാസം വന്ന ശേഷമോ ഇനി നാം ശിശുപാലകന്റെ കീഴിലല്ല. ഇവിടെയാണ് ന്യായപ്രമാണം നിന്നുപോയി, ക്രൈസ്റ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ ലോ എന്ന് പറയുന്നത്. ഇവിടെ ന്യായപ്രമാണത്തിന് മാറ്റം വരുവാൻ ആവശ്യമാണ്. കാര്യം ന്യായപ്രമാണത്തിൽ കൂടെ പറഞ്ഞിരുന്നത് പൗരോഹിത്യവും ആലയവും യാഗമൃഗങ്ങളെ അറക്കുന്നതും, മനസ്സിലായോ, അതിനു വേണ്ടിയിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെയാണ്. ഇതെല്ലാം ഇവിടെ നിന്ന് പോകണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് വന്നിരിക്കുക, നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുക, എന്നേക്കുമായിട്ട് ഒരിക്കലായി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുക. അതിനുശേഷം ഇവിടെ ന്യായപ്രമാണവും പൗരോഹിത്യവും ഇവിടെ യാഗവും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അന്യായമാണ്. ദൈവനീതിയല്ല, അത് അനീതിയാ, ദൈവത്തോട് ചെയ്യുന്ന അനീതിയാ. കാര്യം ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് എന്നേക്കുമായിട്ട് യാഗമായിരിക്കുക. ആ യാഗം നിവർത്തിക്കുവാൻ വേണ്ടിയിട്ടും ആ യാഗത്തിന്റെ ക്രമങ്ങളുമാണ് ഈ ന്യായപ്രമാണത്തിന്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആലയം കൊടുത്തിരിക്കുന്നത്, അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും പ്രാകാരവും അതിനുശേഷം യാഗപീഠവും ഒക്കെ ആയിട്ട് ആ ആലയം പണിതിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, ഈ യാഗങ്ങൾ നിവർത്തിക്കാനാണ്. ആ യാഗ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് പൗരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ. ആ പൗരോഹിത്യ ശുശ്രൂഷ, ഈ പ്രമാണമൊക്കെ കർത്താവിന്റെ വരവോട് നിന്നുപോയി. കാര്യം നമ്മളെ കർത്താവിങ്കിലേക്ക് നടത്തുന്ന ശിശുപാലകനായിരുന്നു ഇതല്ല.
ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശിശുപാലകന്റെ കീഴിലല്ല, നമ്മൾ ആ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ആ കൊട്ടയ്ക്ക് അടിയിലല്ല നമ്മൾ ഇപ്പോഴുള്ളത്. നമ്മൾ വിശ്വാസത്താൽ കർത്താവിലേക്ക് വന്നിരിക്കുക. റോമാലേഖനം 6:14 നമ്മൾ പഠിച്ചതാ. അവിടെ പറയുന്നത് വി ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. നമ്മൾ ഇന്ന് ഒരു പ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ ഇന്ന് ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മളിത് കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരുന്നത്. വിശ്വാസത്താൽ നമുക്ക് ആ കൃപ ലഭിച്ചിരിക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അവിടെ പറയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അവിടെ പറയാണ്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം. കണ്ടില്ലയോ, ഈ കൽപ്പനകളും ചട്ടങ്ങളും എന്ന ഈ ശത്രുത്വം, ഇത് കാരണം നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ ഈ ശത്രുത്വം ഇല്ലാതാകുക, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി. അങ്ങനെ യഹൂദനെയും നമ്മയും ഒരുപോലെ ആക്കിയിരിക്കുക. ഇവിടുത്തെ ന്യായപ്രമാണം അതോടുകൂടി കർത്താവിനോടുകൂടി തീർന്നിരിക്കുക. അതാണ് ഈ വായിക്കുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. കർത്താവ് വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറയുന്നത്. കൊലോസ്യ ലേഖനം 2:14 കണ്ടില്ലയോ? അവിടെ എന്താ പറയുന്നത്? അവിടെ പറയാണ്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. നോക്കിയേ, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, ബ്ലോട്ടിംഗ് ഔട്ട് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് us, which was contrary to us, and took it out of the way, nailing it to his cross. കർത്താവിന്റെ ക്രൂശിൽ തറച്ച് അത് നടുവിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുക, നടുവിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുക. ഇവിടെ റോമാലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചത് 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചത് 4-ാം വാക്യം അവിടെ നമ്മൾ ചിന്തിച്ചത് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം ആകുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം ലോ നിലനിന്നാൽ ദൈവനീതി വെളിപ്പെടുത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിന്റെ കാൽവറി യാഗം കഴിഞ്ഞിരിക്കുക. അതിനുശേഷവും ഇവിടെ ആലയവും ഇവിടെ യാഗവും ഇവിടെ മഹാപുരോഹിതനും ഭയങ്കര യാഗാഗ്നിയും ഒക്കെ ആയിട്ട് ഇവിടെ യെരൂശലേം ദേവാലയത്തിൽ വലിയ യാഗമൊക്കെ നടക്കാന്ന് വിചാരിച്ചു. അതവിടെ തന്നെ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ശരി. കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷവും ഈ കാൽവറി യാഗത്തിന് ശേഷവും അവിടുത്തെ യാഗമൊന്നും നിന്നുപോയിരുന്നില്ല. ആ യാഗപ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനാ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കൂടെ യെരൂശലേമിലേക്ക് പോകുന്നു. 9 മണി നേരം പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആ യാഗപ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനാണ്. രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണിക്കുമായി ഈ യാഗപ്രാർത്ഥന യാഗം നടക്കുന്നത്. അതിന്റെ പുക പൊങ്ങുന്നത് യെരൂശലേമിൽ എവിടെ നിന്നാലും കാണാം. അത് കാണുമ്പോഴത്തേന് അങ്ങോട്ട് തിരിഞ്ഞ് മുട്ടുകുത്തി വീണ്ടും പ്രാർത്ഥിക്കും. ദിവസം 3 നേരം പ്രാർത്ഥിക്കും. അതിൽ 2 പ്രാർത്ഥന ഈ 2 സമയങ്ങളിലാണ്. അതൊക്കെ പിന്നീട് ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു ആട്ടുകൊറ്റനെ യാഗം കഴിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നൊരു ആടിനെ കൊണ്ടുവന്ന് നമ്മളൊരു യഹൂദനെയൊക്കെ ഹയർ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എല്ലാം പഠിച്ചിട്ട് വന്ന് യാഗം കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു അന്യായമായിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കി. കർത്താവിന്റെ ക്രൂശിനെ ഡയറക്റ്റ് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് നമ്മുടെ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി ഞാനൊരു ആടിനെ യാഗം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ ന്യായപ്രമാണം ഇന്നും വാലിഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കാൽവറി ക്രൂശിന് അർത്ഥമില്ലാതെ പോവുക, അതിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരിക. ഹല്ലേലൂയ. ദൈവത്തിന് അത് മാനമല്ല, അത് അപമാനമാണ്. കാൽവറിക്ക് അത് നിന്ദയാണ് എന്ന് ഞാൻ ഓർപ്പിക്കുക. ന്യായപ്രമാണത്തിന്റെ നീതി കുഞ്ഞാടിന്റെ യാഗവും അതിന്റെ രക്തവുമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നു, അതിന്റെ രക്തം അതിലൂടെ ഒഴിക്കുന്നതുമാണ്. അതാണ് കർത്താവിലൂടെ നിവർത്തിയായിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ നീതി കർത്താവിലൂടെ നിവർത്തിയായിരിക്കുക. അതിനുശേഷവും പ്രമാണം നിലനിൽക്കുന്നത് ദൈവിക നീതി അല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതിന് പകരമായി അത് വെളിപ്പെടുന്ന കാലം വരെ അവർക്ക് താൽക്കാലികമായിട്ട് ദൈവം രക്ഷിക്കപ്പെടുവാനായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. അതിലെ പ്രധാനമായ കാര്യമാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പൂർണ്ണമായിട്ട് എങ്കിലേക്ക് തിരിക്കാൻ ഞാൻ ഓർപ്പിക്കുക. ഇവിടെ ഈ യാഗം നിന്നുപോയി, ആ യാഗത്തിൽ കൂടി അവർ രക്ഷപ്പെടുന്നു എന്നുള്ള കാര്യം അവർക്ക് വെളിപ്പെട്ടിട്ടില്ല, അവരോട് ആരും പറഞ്ഞിട്ടില്ല. അതിനുള്ളൊരു ക്ലാരിറ്റി അവർക്ക് കൊടുത്തിട്ടില്ല. കർത്താവ് വരുമെന്നും കഷ്ടം അനുഭവിക്കുമെന്നും മരിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇതിന്റെ ഒരു ക്ലാരിറ്റി അവർക്ക് ആർക്കും ലഭിച്ചിരുന്നില്ല. പത്രോസ് അപ്പോസ്തലൻ തലേ ദിവസം കൂടെ പറയുന്നത്, കർത്താവേ നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്ന്.
അതിനുശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷവും അവിടെ പോയി കല്ലറയ്ക്കൽ നോക്കിയതിന് ശേഷമാ ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നവർക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് മനസ്സിലായിട്ടാണ് പ്രയോജനം ഉണ്ടായോ? പിറ്റേ ദിവസം തന്നെ വലയൊക്കെ എടുത്തുകൊണ്ട് അവർ മീൻ പിടിക്കാൻ പോവുക. പഴയ കളഞ്ഞ വലയും വെള്ളവും ഒക്കെ അതൊക്കെ പിന്നെ പോയി തെരഞ്ഞു പിടിച്ചു. ബോട്ടും ഒക്കെ ആയിട്ട് തിബരിയാസ് കടലിൽ മീൻ പിടിക്കാൻ പോയേക്കുക. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അത്. കുറെ നാളായിട്ട് ഇതിന് പോയിട്ടില്ല. കർത്താവ് മനുഷ്യനെ പിടിക്കുന്നവരാക്കും, നിങ്ങൾ മീൻ പിടിക്കുന്നവരെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് അവരെ മാറ്റിയിരുന്നത്. അവര് മീൻ പിടിക്കാതെ നടന്നപ്പം 12 പേരുടെയും തലയിൽ 12 പേർക്ക് 10,000 പേരെ ഇരുത്തി അവരുടെ കൈ കൊണ്ട് വിളമ്പിച്ചതാ. എല്ലാവർക്കും മീനും അപ്പം വിളമ്പിയിട്ട് 12 കൊട്ട തലയിൽ നിറച്ചുകൊണ്ട് വീട്ടിൽ പോയതാ. അന്നൊന്നും ഒരു മീനും പിടിച്ചിട്ടില്ല. കർത്താവിന്റെ കൂടെ ആ ശുശ്രൂഷയിലായിരുന്നവര്. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മീനും ഒക്കെ പിടിക്കാനായിട്ട് പോയി. കാര്യം അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അവരുടെ പദ്ധതിയെ അല്ല. കർത്താവ് മരിച്ചു, കർത്താവ് പോയി എന്നുള്ളതല്ലാതെ വേറെ വിഷയങ്ങളൊന്നും അവർക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ അവര് രക്ഷിക്കപ്പെടുന്നത് വരെ, അതായത് അവർക്ക് ഈ കാര്യം മനസ്സിലാകണം. അവരുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവരുടെ ആ രക്തത്തിൽ കൂടി അവർ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത് വരെ ഒരു ഇന്ററിം പീരീഡ്, അത് അവർക്ക് വെളിപ്പെടുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം അവർക്ക് കൊടുത്തിരുന്ന, താൽക്കാലികമായിട്ട് അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമാണ് ഈ ജലസ്നാനത്തിന്റെ ഉപദേശം. കർത്താവ് അവരുടെ കുഞ്ഞാടാണെന്നും അവന് അറുക്കപ്പെട്ടുവെന്നും അവർക്ക് വെളിപ്പെടുന്നത് വരെ. ഞാനത് കുറച്ചുകൂടെ വെളിപ്പെടുത്താം എന്താ ഞാൻ പറയുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 16:16 അവരോട് പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ സ്നാനം അന്നേരമാണ് രക്ഷയ്ക്കുള്ള ഒരു ഉപാധിയായിട്ട് മാറുന്നത്. കാര്യം അവർക്ക് കാൽവറി ക്രൂശിനെ കുറിച്ചൊരു പൂർണ്ണമായ പിക്ചർ ലഭിച്ചിട്ടില്ല. എങ്ങനെ രക്ഷിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്താനാണ് അതിനുശേഷം പോളിനെ ദൈവം വിളിക്കുന്നത്. കാൽവറിയിൽ എന്താ നടന്നത്, ആ ക്രൂശിന്റെ മഹത്വം എന്താണ്, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിന്റെ വില എന്താണ്, അതിന്റെ പർപ്പസ് എന്തായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തുന്നത് പോളിലൂടെ. ആ ഒരു ഇന്ററിം പീരീഡിൽ ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഉപദേശമാണ് സ്നാനത്തിന്റെ ഉപദേശം. അതുകൊണ്ടാ പറയുന്നത് മർക്കോസ് 16:16 വിശ്വസിക്കുകയും, എന്തിൽ വിശ്വസിക്കണം? യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിലും പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം, അതായത് മടങ്ങി വരണം. നിങ്ങൾ ഇപ്പോഴും ഈ ദൈവിക പദ്ധതിയിൽ നിന്നും വെളിയിലാണ്. നിങ്ങൾ പ്രമാണമൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ വാസ്തവമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് മാറിപ്പോയിരിക്കുക. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതെല്ലാം ആ ഇന്ററിം പീരീഡിലേക്ക് കൊടുത്തിരുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെ മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്ക് അലംഘനീയമായ കൽപ്പനയായിട്ട് കൊടുക്കുന്നത്. പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. ഇത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. അത് ആ ഒരു ഇന്ററിം പീരീഡിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഈ കാലത്തിലെ രക്ഷ അതല്ല. ആ ഒരു ഇന്ററിം പീരീഡിലല്ല നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ രക്ഷ യേശു ക്രിസ്തു എന്നറിഞ്ഞിട്ട് ജലസ്നാനം എടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആബ്സല്യൂട്ട്ലി നോ യൂസ്. സോറി, ഞാൻ അങ്ങനെ പറയേണ്ടതായിട്ടിരിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തു ആണെന്ന് അറിയുന്നതിൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടല്ല ഇന്ന് നിങ്ങളുടെ രക്ഷ. പക്ഷെ അന്ന് യഹൂദൻ അത് അറിഞ്ഞാൽ മതിയായിരുന്നു. യേശു തന്നെ ക്രിസ്തു, അത് അവരോട് പ്രസംഗിക്കണം. അവരുടെ വായ പ്രസംഗിച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. അതാണ് അവരറിയേണ്ടുന്നത്. അതറിഞ്ഞ് അവര് ജലസ്നാനം സ്വീകരിക്കണം. അതിലായിരുന്നു രക്ഷ. ഇന്ന് നിങ്ങൾ അത് അറിഞ്ഞിട്ട് നിങ്ങളെ ആരെങ്കിലും ജലത്തിൽ മുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. 101% കൈവിടപ്പെട്ടു പോകുന്നുള്ളത് നിങ്ങൾ എഴുതി എവിടെയെങ്കിലും നിങ്ങളുടെ ഫ്രിഡ്ജിലെങ്ങനെ ഒട്ടിച്ച് വെച്ചോ. ബൈ ചാൻസ് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും. ശരിയല്ല, ഇദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇന്നത്തെ രക്ഷ അതിലല്ല. യേശു ക്രിസ്തു ആണെന്ന് നമുക്കറിയാവുന്നതിനെക്കാട്ടിൽ വ്യക്തമായിട്ട് സാത്താൻ അറിയാം. അറിഞ്ഞത് കൊണ്ടോ വെള്ളത്തിൽ മുക്കിയത് കൊണ്ടോ വെള്ളവും രക്ഷയുമായിട്ടൊന്നും ഒരു കണക്ഷനുമില്ല. ആ കാലഘട്ടത്തിൽ ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന ഇന്ററിം പീരീഡ് ഉണ്ട്. അത് ക്രൂശിൽ എന്താ നടന്നതെന്ന് വെളിപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്. ആ ക്രൂശിനെ വെളിപ്പെടുത്തി ക്രൂശിലൂടെ നടന്ന A to Z കാര്യങ്ങൾ ഈ 13 അധ്യായത്തിൽ കൂടി കർത്താവ് പോളിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ബൈ ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി.
അതിനെയാണ് പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് പ്രസംഗിക്കേണ്ടുന്ന സുവിശേഷം. ഇവിടെ നാം അതിന്റെ അതിന്റെ അപ്പുറത്തെ റെവലേഷൻ എന്താ ഞാൻ പറയേണ്ടത്, ഈ യഹൂദന്മാർക്ക് കൊടുത്തിരുന്നതും കർത്താവ് ഇവിടെ വന്ന് അവരെ രക്ഷിക്കാനായിട്ട് അവരോട് പറഞ്ഞതിന്റെ മേലത്തെ ലെവൽ, അതാണ് ആ മിസ്റ്ററി റെവലേഷൻ. അതാണ് ദൈവം പൗലോസ് അപ്പോസ്തലനിലൂടെ മർമ്മങ്ങളുടെ വെളിപ്പാട് എന്ന നിലയിൽ, ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി എന്ന നിലയിൽ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് നാം യേശു ക്രിസ്തു എന്നറിയുന്നതിലും സ്നാനമേൽക്കുന്നതിലുമല്ല, പ്രത്യുത ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു, നമ്മെ ചേർപ്പാൻ വീണ്ടും വരുന്നു എന്നുള്ള ആഴമായ വിശ്വാസവും, ഞാൻ ഇന്ന് പാപിയല്ല, എന്റെ പാപത്തിന് പകരം കർത്താവ് എന്റെ പാപത്തിനായി കാൽവറിയിൽ യാഗമായി, ആ യാഗത്തിലൂടെ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഞാൻ ഇന്ന് ദൈവമകനാണെന്നുള്ള ആഴമായ വിശ്വാസവും അതിലെ ആ സമർപ്പണവുമാണ് ഇന്ന് നമ്മെ രക്ഷിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ ഒരിക്കൽ ദൃഢമായി ഉണ്ടായി കഴിയുമ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ നമ്മൾ മുദ്രയിടപ്പെടുകയാണ്. അതാ ഇന്നത്തെ രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സാത്താൻ ജനത്തെ തെറ്റിച്ചിരിക്കുന്നത് ഈ കിങ്ഡം ഗോസ്പലിന്റെ ഉപദേശത്തിലാണ്. അതിനൊരു പിൻബലം കിട്ടാൻ വേണ്ടിയിട്ട് അനേക കാര്യങ്ങൾ അവന് പ്രസന്റ് ചെയ്യാനുണ്ട്. കാര്യം ഫിസിക്കലി കർത്താവ് പറഞ്ഞ സുവിശേഷമാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്ന് ഈ മണ്ണിൽ കൂടെ, ഈ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഈ മണ്ണിൽ കൂടെ നടന്നപ്പോൾ പ്രസംഗിച്ച സുവിശേഷമാണ്. അതിനെക്കാട്ടി വലിയ ക്രിസ്ത്യാനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഇല്ല. അത്ര പിൻബലമാണ് ഇതിനവനുള്ളത്. രണ്ട് കർത്താവ് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷമാണെന്നാണ് അവർ പറയുന്നത്. അഫ്കോഴ്സ് അതാണ്. പക്ഷെ പ്രസംഗിച്ചത് ആരോടാ? താങ്കളോട് പ്രസംഗിച്ചോ? താങ്കൾ ഇതിൽ കൂടെ രക്ഷിക്കപ്പെടാന്ന് പറഞ്ഞ് പ്രസംഗിച്ചോ? ആരോട് പ്രസംഗിക്കാനാണ് അവരെ ഏൽപ്പിച്ചത്? പ്രമാണം കൊടുത്തിട്ടുണ്ടെന്നുള്ള പിൻബലമാണ്. ആ പ്രമാണം ആർക്കാ കൊടുത്തത്? താങ്കൾക്കാണോ പ്രമാണം തന്നത്? ഇവിടെ നമ്മുടെ പദ്ധതി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് ആദ്യമേ വേണ്ടത്. കർത്താവ് ചെയ്തു എന്നുള്ളത് ശരിയാ, പക്ഷെ ഇന്ന് ആ കാര്യം ഇന്ന് നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കാര്യം പൗലോസ് അപ്പോസ്തലനോട് ഇത് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഒരു കൊച്ചു കുഞ്ഞിന് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ അവസാനമായിട്ട് ദൈവം വിളിച്ച അപ്പസ്തോലനാണ്. 12 പേരെയും വിളിച്ചതിന് ശേഷം, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം ദൈവം ഒരു ജാതിയെ മണ്ണിൽ വെച്ച് വിളിച്ച് അദ്ദേഹത്തിൽ കൂടി 10-30 വർഷമായിട്ട് ദൈവം വെളിപ്പാടിന്റെ ആ ഒരു മർമ്മങ്ങളുടെ വെളിപ്പാട് എന്ന നിലയിൽ അദ്ദേഹത്തിൽ കൂടെ 13 ലേഖനങ്ങളായിട്ട് എഴുതി, സഭാലേഖനങ്ങളെന്നും ഇടയലേഖനങ്ങളെന്നും പേരിൽ 13 ലേഖനങ്ങൾ, 7 ചർച്ചിന് 9 ലേഖനങ്ങളും 4 പാസ്റ്റേഴ്സിനുള്ള ലേഖനങ്ങളായിട്ട് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇതിനെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയെ അവഗണിക്കുന്നതിന് തുല്യം. യഹൂദനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇന്ന് 45,000 ക്രിസ്തീയ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ റോമാലേഖനത്തിന്റെ പഠനത്തിൽ കൂടി നമുക്ക് നമ്മുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഞാൻ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ ഇന്ന് എടുക്കുന്നുള്ളൂ. അതൊന്നുകൂടെ വായിച്ചിട്ട് തൽക്കാലം നിർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച കൊണ്ട് എനിക്കിത് തീർക്കണം. ഞാനിപ്പോൾ അല്പം കൂടെ ഫാസ്റ്റായിട്ട് അടുത്ത ആഴ്ചയിൽ പോകും. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചനയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ആർക്ക് വേണ്ടി? യഹൂദന് വേണ്ടി. ആരോട് പറയുന്നതാ? റോമിലെ സഭയോട് പറയുക. സഹോദരന്മാരെ എന്ന് പറഞ്ഞ് റോമിലെ സഭയോട് പറയുക. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ഭയങ്കര സെലറ്റാണ്. ആ ഒരു സീൽ അവർക്കുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടുന്ന മാർഗത്തിൽ നിന്ന് അവർ വീണു പോയിരിക്കുക. പരിജ്ഞാനമില്ല. ദൈവിക നീതി എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. നമ്മൾ ഇന്നിങ്ങനാണോ എന്ന് നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കാട്ടെ. യഹൂദനൊന്നും കുറഞ്ഞ ആൾക്കാരായിരുന്നില്ല. അവർക്ക് മഹാപുരോഹിതൻ ഇല്ലാഞ്ഞിട്ടോ, ശാസ്ത്രിമാരിൽ പ്രധാനിയായ ഗമാലിയേൽ ഇല്ലാഞ്ഞിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പരീശ പ്രമാണിയായിരിക്കുന്ന പ്രമാണിമാരില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല ഇവർ ഈ കാര്യം അറിയാതെ പോയത്. അവർക്ക് യെരുശലേം ദേവാലയമുണ്ട്, യാഗമുണ്ട്, പ്രമാണമുണ്ട്, അവർക്ക് എല്ലാ സംഗതികളും ഉള്ളത്. പക്ഷെ കൈവിടപ്പെട്ടു പോയത് കണ്ടോ? നമുക്കത് ഉണ്ടാകരുത്. അവർക്കത് ഉണ്ടായതിന് കാരണം അവർ ദൈവത്തിന്റെ നീതി അറിഞ്ഞില്ല, സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചു. ഇന്ന് നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് ഇതേ കാര്യം. എക്സാക്ട്ലി ദിസ് ഈസ് വാട്ട് ദേ ഡു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെയാണോ സത്യം എന്നൊന്ന് അറിയാനായിട്ട് നമ്മളെ ശോധന ചെയ്യണം. അപ്പച്ചന്മാർ ഇങ്ങനെ പഠിപ്പിച്ചു, അപ്പച്ചനെ ആരാ പഠിപ്പിച്ചതെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കതാ താല്പര്യം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗതി ഇത് തന്നെയായിട്ട് പോകും. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹൂദനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.
ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തേക്ക് വേണ്ടുന്ന ആലോചന ഇതിലൂടെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.